ഒരുമിച്ച് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഏറെ പരിചിതമായൊരു വേദഭാഗം വായിച്ച് ചില ചിന്തകൾ ഒന്നിച്ച് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് രാത്രി ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കാം. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദിമോസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, അനുഗ്രഹീതമായി ലഭിച്ച നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി പ്രതീക്ഷയോടെ ദൈവസന്നിധി കാത്തിരിക്കുന്ന ഞങ്ങളുടെ ജനത്തോട് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടണം. ദൈവവചനങ്ങളുടെ പ്രകാശനങ്ങളെ തടയുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളെ, എല്ലാ ദുരാത്മ ശക്തികളെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അമർച്ച ചെയ്യുന്നു. ഈ രാത്രി ക്രൂശിനെ മറയുന്നു. ഈ ശബ്ദപരിധി മുഴുവൻ യഹോവയ്ക്ക് വിശുദ്ധമാകട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് ഈ രാത്രി ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത്. 21 അധ്യായങ്ങൾ മാത്രമുള്ള ഏതാണ്ട് 879 വാക്യങ്ങളുള്ള ഒരു സുവിശേഷമാണ് വിശുദ്ധ യോഹന്നാൻ നമുക്ക് എഴുതി തന്നിരിക്കുന്നത്. യോഹന്നാൻ എഴുതിയ ഈ 21 അധ്യായത്തിൻ്റെ 1/3 ഭാഗം, ഏതാണ്ട് 7 അധ്യായങ്ങൾ മുഴുവൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളോടും ക്രൂശീകരണത്തോടും ഉയർപ്പിനോടും ബന്ധപ്പെട്ടാണ് 7 അധ്യായങ്ങൾ. ഏതാണ്ട് 236 പരം വാക്യങ്ങൾ കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് വേണ്ടിയാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. ഇതര സുവിശേഷങ്ങളിൽ പറയുന്ന പല കാര്യങ്ങളും യോഹന്നാൻ മനഃപൂർവ്വമായി ഈ സുവിശേഷത്തിനകത്ത് എഴുതിയിട്ടില്ല. ആദ്യമായി കേൾക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊന്ന് വിശദീകരിക്കുന്നത്. മത്തായി, മർക്കോസ്, ലൂക്കോസ് എഴുതിയ സുവിശേഷങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ അതിമഹത്വമേറിയ തിരുപ്പിറവി, യേശുക്രിസ്തുവിൻ്റെ ഹേരോദാവിൻ്റെ കാലഘട്ടത്തിൽ കൊല്ലാൻ ശ്രമിച്ചതിന് യോസഫും മറിയയും യേശുവിനെ വഹിച്ചുകൊണ്ട് മിസ്രയീമിലേക്ക് ഇറങ്ങിപ്പോയത്, ഹേരോദാവ് മരിച്ചു കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ യേശുവുമായി തിരിച്ച് നസറേത്തിലേക്ക് മടങ്ങി വന്നത്, 12-ാമത്തെ വയസ്സിൽ യെരൂശലേം ദേവാലയത്തിൽ പോയി ശാസ്ത്രിമാരോടും പരീശന്മാരോടും ന്യായപ്രമാണ സംബന്ധമായ സ്വർഗീയ ജ്ഞാനത്തെ മുമ്പിൽ വെളിപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ യോഹന്നാൻ മനഃപൂർവ്വമായിട്ട് എഴുതിയിട്ടില്ല. 8-ാം നാളിലെ പരിച്ഛേദനയേറ്റത്, 40-ാമത്തെ ദിവസം ആലയത്തിൽ സ്ത്രീകളുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് യേശു കുഞ്ഞുമായി യോസഫും മറിയും വന്നത് ഉൾപ്പെടെ, അതേ ശീമോൻ കരങ്ങളിലെടുത്ത് യേശുവിനെ മഹത്വപ്പെടുത്തി പറഞ്ഞ വാക്കുകളൊന്നും ഇതിനകത്ത് എഴുതിയിട്ടില്ല. യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ ഒട്ടനവധി ഉപമകൾ പറയുകയുണ്ടായി. മത്തായി, മർക്കോസ്, ലൂക്കോസ് യേശുവിൻ്റെ ഉപമകളുടെ നീണ്ട ഒരു പരമ്പര എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ ഒരു ഉപമ പോലും യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടില്ല. മറ്റുള്ളവരൊക്കെ ഏതാണ്ട് 36 അത്ഭുതങ്ങൾ മത്തായിയും മർക്കോസും ലൂക്കോസും അതിപ്രധാനപ്പെട്ട 36 360 അല്ല യേശു ചെയ്തത്. എന്നാൽ യേശു ചെയ്തതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു 36ഓളം അത്ഭുതങ്ങൾ അവരൊക്കെ എഴുതിയെങ്കിലും ഒരത്ഭുതം പോലും വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതാതെ ഒരു 8 അടയാളങ്ങൾ ഈ യോഹന്നാൻ രേഖപ്പെടുത്തുകയുണ്ടായി. മറ്റുള്ളവരൊക്കെ യേശുവിനെ കന്യക മറിയാമ്മയുടെ ജനനം മുതലുള്ള കാര്യങ്ങൾ എഴുതിയപ്പോൾ യോഹന്നാൻ ലോകമുണ്ടാകുന്നതിന് മുമ്പുണ്ടായിരുന്ന ആദിയിൽ എന്ന് പറഞ്ഞാൽ ഈ കാണപ്പെടുന്നതാകട്ടെ കാണപ്പെടാത്തതാകട്ടെ, ഒന്നുകൂടെ ലളിതമായി പറഞ്ഞാൽ ദൃശ്യമായതാകട്ടെ അദൃശ്യമായതാകട്ടെ, എന്തെങ്കിലും ഒരു തരി ഈ ഉലകത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ളവനായിരുന്നു യേശു എന്നാണ് യോഹന്നാൻ എഴുതി വരുന്നത്. ഒരല്ലേലൂയ പറയാം. ഇന്നലെ പെയ്ത മഴയ്ക്ക് കൊടുത്ത ഒരു തകരയല്ല യേശു,
അഖിലാണ്ടമുണ്ടാകുന്നതിന് മുമ്പേ യേശു ഉണ്ടായിരുന്നു എന്ന് യോഹന്നാൻ എഴുതുകയാണ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. തീർന്നില്ല. യോഹന്നാന് 1:1-5 വരെ വായിക്കുമ്പോൾ, യോഹന്നാൻ 17:5 വായിക്കുമ്പോഴൊക്കെ ആവർത്തിച്ച് പറഞ്ഞ ലോകസ്ഥാപനത്തിന് മുമ്പേ അവനുണ്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ യോഹന്നാൻ മാത്രം ഒരു സുവിശേഷം എഴുതി, 3 ലേഖനങ്ങൾ എഴുതി. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടെന്ന് ഇനി മേലാൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതായ ലോകമാകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒട്ടനവധി ചോദ്യങ്ങളുടെ ഉത്തരം ലോകത്തിന് എഴുതിയത് ഈ വിശുദ്ധ യോഹന്നാനാണ്. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ സുവിശേഷത്തിനെ കാരണക്കൂതനായിരിക്കുന്ന യോഹന്നാന് മറ്റുള്ളവൻ തികച്ചും വ്യത്യസ്തനാണ്. ആദ്യമായി കേൾക്കുന്നവർക്ക് വേണ്ടി ഓർപ്പിക്കട്ടെ, മത്തായി എന്ന എഴുത്തുകാരൻ, യഹൂദനായ മത്തായി എന്ന ആ മനുഷ്യൻ എഴുതിയിരിക്കുന്നത് യേശു തച്ചൻ്റെ മകനല്ല, മറിയയുടെ മകനല്ല, ഉണ്ണീശു അല്ല. യേശു സാക്ഷാൽ അതേ യഹൂദന്മാരുടെ രാജാവാണ് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അവൻ എഴുത്തു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ചോദ്യം ചോദിച്ച് വെക്കുന്നത് തന്നെ ഉത്തരം പറഞ്ഞില്ലേ കുഴപ്പമല്ലേ? ആ സുവിശേഷം അവസാനിപ്പിക്കുമ്പോൾ താന് ക്രൂശിൽ കിടക്കുന്ന യേശു, 2 സൈഡിൽ 2 ദുഷ്പ്രവർത്തിക്കാർ കിടക്കുന്നു, ക്രൂശിൽ നടുക്ക് യേശു കിടക്കുന്നു. യേശുവിന്റെ കുരിശിന്റെ മുകളിൽ അന്ന് ലഭ്യമായിരുന്ന അതിപ്രധാനപ്പെട്ട 3 ഭാഷകൾ, പ്രബലമായിരുന്ന 3 ഭാഷകൾ, എബ്രായ ഭാഷ, അരാമ്യ ഭാഷ, ഗ്രീക്ക് ഭാഷ, 3 ഭാഷയിൽ എഴുതിയിരുന്നു ഇവൻ യഹൂദന്മാരുടെ രാജാവ്. ഒരല്ലേ പറയണം, ക്രിസ്തീയ സഭയ്ക്ക് ഒരു രാജാവുണ്ട്. അത് കൊട്ടാരങ്ങളുടെ അന്തപ്പുരകളിൽ അരമന വാഴുന്ന യേശുവല്ല, ഞങ്ങളുടെ രാജാവ് ക്രൂശേലാണ്. ഇന്ന് രാത്രി ക്രൂശിതനായ രാജാവ് നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. സന്തോഷമുള്ളവരുണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. സഭയ്ക്കൊരു രാജാവുണ്ടായി ചൂണ്ടിക്കാണിച്ചത് ക്രൂശിൽ കിടക്കുന്ന യേശുവിനെയാണ്. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. എന്നാൽ മർക്കോസ് എന്ന ആ എഴുത്തുകാരൻ കുറെ കൂടി ആഴത്തിൽ യേശുവിനെ പരിചയപ്പെടുത്തുന്നത് മാനവകുലത്തിന്റെ അഖിലാണ്ടത്തിൽ ഇന്ന് വരെ ജനിച്ച് മരിച്ച് അടക്കപ്പെട്ടവരുടെ മാത്രമല്ല, ഇന്ന് രാത്രി വരെ ജനിക്കുന്നവരുടെ മുഴുവൻ സകല മനുഷ്യകുലത്തിന്റെയും ഭാരം ചുമക്കുന്ന ഒരു ചുമടുതാങ്ങിയായിട്ടാണ്. അതുകൊണ്ടാണ് മർക്കോസ് പറഞ്ഞ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി ഏവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിക്കും. ഉലകത്തിൽ ഞാൻ ചുമട് ചുമക്കുന്നവൻ എൻ്റെ അടുക്കൽ വരികട്ടെ, അവൻ്റെ ഭാരം എൻ്റെ മേലിട്ടുകൊള്ളട്ടെ, ഞാൻ അവനെ പുലർത്താമെന്ന് പറഞ്ഞ ഒരു നേതാവുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഉയർത്തുന്ന യേശുവല്ലാതെ മറ്റൊരാൾ പറഞ്ഞിട്ടില്ല. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറയുമ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ ഒരു ഭാരത്തോടെ പന്തലിനകത്തോ പുറത്തോ ഈ ചിറ്റാറിന്റെ പട്ടണത്തിലോ നീ ഭാരപ്പെടുന്ന നിന്റെ ആത്മഹത്യ അതിന് പരിഹാരമല്ല. ഒരു മുഴം കയറ് അതിന് പരിഹാരമല്ല. ഒരു റെയിൽവേ പാളം അതിന് പരിഹാരമല്ല. ഒരു കുപ്പി വിഷം അതിന് പരിഹാരമല്ല. ഇന്നത്തെ എത്ര വലിയ ഭാരമായാലും ആ ഭാരം ചുമക്കുവാൻ കരുത്തുള്ള ഒരു ദൈവം ഇവിടെയുണ്ട്. അവന്റെ പേരത്രേ യേശുവെന്ന്. സന്തോഷമുള്ളവര് മാത്രമേ രാത്രി കരമുയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. എന്നാൽ യവനായ എഴുത്തുകാരനായ കുറേനക്കാരനായ വൈദ്യനായ ലൂക്കോസ് എന്ന് പറയുന്ന മനുഷ്യൻ 2 ചരിത്രങ്ങൾ നമുക്ക് എഴുതി. ഒന്ന് ലൂക്കോസിന്റെ സുവിശേഷം, 2 അപ്പോസ്തല പ്രവർത്തികൾ. ഇത് രണ്ടും എഴുതിയത് തൻ്റെ കൂടെ ഈ യവനായനായ കുറേനക്കാരനായ വൈദ്യനായ ഈ ലൂക്കോസിന്റെ സഹപാഠിയോ തൻ്റെ കൂടെ മെഡിസിൻ കോളേജിൽ പഠിച്ചയാളോ ആരോവാകട്ടെ, തെയോഫിലോസ് എന്ന് പറയുന്ന ഒരു ശക്തനായ സ്നേഹിതന് വളരെ സൂക്ഷ്മമായി യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള ഒരു ചരിത്രം, അതിൻ്റെ പേരാണ് ലൂക്കോസിന്റെ സുവിശേഷം. ഒരു മനുഷ്യനായ ഡോക്ടറായ ലൂക്കോസ് യേശുവിനെ ഒരു പൂർണ്ണ മനുഷ്യനായിട്ടൊരു സ്വത്രം പറയണം. ഉലകത്തിൽ ഇന്ന് വരെ ഒരു പൂർണ്ണ മനുഷ്യൻ ജനിച്ചിട്ടില്ല. എല്ലാ മനുഷ്യരിലും മനുഷ്യൻ്റെതായ കുഴപ്പങ്ങളുണ്ട്. അതുകൊണ്ടാണ് അതേ ശാസ്ത്രജ്ഞനായിരുന്ന ഐൻസ്റ്റീൻ എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ നട്ടുച്ച നേരത്ത് പാരീസിന്റെ തെരുവിലൂടെ നട്ടുച്ചയ്ക്ക് സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ ഒരു റാന്തൽ വിളക്ക് കത്തിച്ച് തലേ വെച്ചുകൊണ്ട് പട്ടണത്തിൽ കൂടെ നടക്കുകയാ. നാട്ടുകാർ ചോദിച്ചു, അയ്യോ ശാസ്ത്രം കണ്ടുപിടിച്ച് ബുദ്ധിശാലിയായ ഐൻസ്റ്റീന് ആ മാനസിക പ്രയാസം വല്ല ഉണ്ടായതായിരിക്കും. ഓടിച്ചെന്ന് ചോദിച്ചു, എന്തു പറ്റി, എന്താണ് നട്ടുച്ചയ്ക്ക് സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ ഈ റാന്തൽ വിളക്ക് കത്തിച്ച് കിടക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് വട്ടമൊന്നുമല്ല മക്കളെ, ഞാനൊരു മനുഷ്യനെ തിരയുകയാണ്.
ഞാനൊരു മനുഷ്യനെ തിരയുകയാ. അദ്ദേഹം ആ മനുഷ്യനെ കണ്ടില്ല. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പേ പീലാത്തോസ് എന്ന് പറയുന്ന യഹൂദന്മാരുടെ ഇടയിലെ റോമൻ കോളനിയുടെ വാഴ്ച നടത്തിയ അന്നത്തെ ഗവർണറായ പീലാത്തോസ്, അതേ മുൾക്കിരീടം ധരിച്ച് ദേഹമാസകലം മുറിവേറ്റ് ചാട്ടവാറിന്റെ അടികൊണ്ട് അതേ ഒരു രക്താംബരം ധരിച്ചു നിൽക്കുന്ന യേശുവിനെ നോക്കിയിട്ട് യഹൂദന്മാരോട് പറഞ്ഞു, ഹല്ലേലൂയ, ആ മനുഷ്യൻ ഇതാണ്. ഹല്ലേലൂയ പറയണം. ഉലകത്തിൽ ഒരാൾ മാത്രമേ മനുഷ്യനായിട്ടുണ്ടായിരുന്നു, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവാ, ഒരു പൂർണ്ണ മനുഷ്യനെ. എന്താണ് യേശു മാത്രം മനുഷ്യനെന്ന് ഞാൻ പറയുമ്പോൾ അറിവുള്ള ജ്ഞാനിയുള്ള ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടരുത്. ഒരു വാക്യം വായിക്കണം. മത്തായി സുവിശേഷം 1-ാം അധ്യായം 16-ാമത്തെ വാക്യം. 15ഉം 16ഉം വായിച്ചു. എലിഹൂദ് എലിയാസിനെ ജനിപ്പിച്ചു, എലിയാസർ മത്താനെ ജനിപ്പിച്ചു, മത്താൻ യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് മറിയുടെ ഭർത്താവായ യോസേഫിനെ ജനിപ്പിച്ചു, അവളിൽ നിന്ന് ക്രിസ്തു എന്ന് പേരുള്ള യേശു ജനിച്ചു. ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ, മനുഷ്യന്റെ വംശാവലി എഴുതി വന്നപ്പോൾ ആദാം മുതൽ ഇങ്ങോട്ട് യോസഫ് വരെയുള്ളവരുടെ ചരിത്രം എഴുതിയേക്കുന്ന ജനിപ്പിച്ചു എന്നാ. അവൻ അവനെ ജനിപ്പിച്ചു, ഇവൻ ഇവനെ ജനിപ്പിച്ചു, ജനിപ്പിച്ചു എന്ന്. എല്ലാം ഒരാളെ ജനിപ്പിച്ചതാ. ഒരു ഹല്ലേലൂയ പറയണം. എന്നാൽ അതിനിടയ്ക്ക് ജനിച്ച ഒരാളുണ്ട്. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? അവളിൽ നിന്ന് യേശു. ആരും ജനിപ്പിച്ചതല്ല. അതുകൊണ്ടാണ് ഇന്ന് രാത്രി പ്രസംഗിക്കുന്നേ. ഹല്ലേലൂയ. ഞാൻ ഈ യാത്രയെല്ലാം ചെയ്ത് ക്ഷീണിച്ചു വന്നിട്ട് ഇന്ന് രാത്രി ഒട്ടും ക്ഷീണമില്ലാതെ നിൽക്കുന്നത് ഇവിടെ ആരും ജനിപ്പിച്ച ഒരാളിനെ കുറിച്ചല്ല ഞാൻ പ്രസംഗിക്കുന്നത്. ജനിച്ചൊരാളുണ്ട്, അവന്റെ പേര് യേശു എന്ന. സന്തോഷമുണ്ട്, കരമടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. യേശുവിനെ ആരും ജനിപ്പിച്ചതല്ല, യേശു ജനിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പീലാത്തോസ് ചൂണ്ടിക്കാണിച്ച ആ മനുഷ്യൻ, ലോകം അന്വേഷിച്ച ആ മനുഷ്യൻ ഇതാ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 4 സുവിശേഷം ഇല്ല കേട്ടോ, ഒറ്റ സുവിശേഷമേ ഉള്ളൂ. എന്നാൽ ആ ഒരു സുവിശേഷത്തെ 4 കോർണറിൽ നിന്നുകൊണ്ട് 4 പേര് എഴുതിയ 4 സുവിശേഷങ്ങളുടെ പുസ്തകമാണ്. 4ഉം വായിച്ചാൽ ഒന്നാണ്. ദാവീദിന്റെ സന്തതിയായി ഉലകത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മരണത്തെ ജയിച്ച് കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് രാത്രിയിലും ലൈവായി ജീവിക്കുന്ന യേശു, അതത്രേ സുവിശേഷം. സന്തോഷമുള്ളവർ കരമടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മറ്റുള്ള മുഴുവൻ പേര് മരിച്ചു മൺമറഞ്ഞു പോയപ്പോൾ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ഒരുത്തനുണ്ട്, അവന്റെ പേര് യേശു എന്നാണ്. അതുകൊണ്ടല്ലേ വെടിവെച്ച് കൊന്നിട്ടും വെട്ടിക്കൊന്നിട്ടും തീ വെച്ച് ചുട്ടിട്ടും ഞങ്ങൾ പിന്നെയും ഇത് പ്രസംഗിക്കുന്നതിന് കാരണം. ഇന്ന് രാത്രി PC ചെറിയാനെ ചിറ്റാറുകാരെല്ലാം കൂടെ തല്ലിക്കൊന്ന് തീയിട്ട് കത്തിച്ച് കളഞ്ഞ് അല്ലേ, നിങ്ങൾ വിഷമിക്കണ്ട, 1000 PC ചെറിയാൻ ഈ ചിറ്റാറിൽ നിന്ന് എഴുന്നേക്കും. ഒരു സ്വത്രം. അതല്ലേ കൊന്ന് തീർക്കും തോറും ജനിച്ച് വളരുന്ന ഒരു സഭ ഉലകത്തിലുണ്ടെങ്കിൽ അത് യേശുവിന്റെ സഭയാ. കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കണം. അവര് കൊല്ലും തോറും വളരുന്ന ഒരു സഭയുണ്ട്. അതിന്റെ പേരാണ് യേശുവിന്റെ മാർഗ്ഗം. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ യോഹന്നാൻ എന്ന് പറയുന്ന ധന്യനായ മനുഷ്യൻ, യോഹന്നാൻ സ്നാപകൻ എന്നറിയപ്പെടുന്ന അക്കാലത്തെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യന്റെ ഒരു അനുയായിയായിരുന്നു. യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്ന അക്കാലത്തെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു മനുഷ്യന്റെ അനുയായിയായിരുന്നു. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് 2 വാക്കൊന്ന് പറഞ്ഞോട്ടെ. യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്ന മനുഷ്യന് വളരെ വാർദ്ധക്യം ചെന്ന ശേഷം സെഖരിയാവ് എന്ന് പറയുന്ന നീതിമാനായ പുരോഹിത കുടുംബത്തിൽ ജനിച്ച എലിസബത്ത് എന്ന വളരെ വയസ്സ് എന്ന അമ്മച്ചിക്ക് ദൈവം നൽകിയ ഏകദാനമാണ് യോഹന്നാൻ സ്നാപകൻ. അവരുടെ ഒരു പ്രാർത്ഥനാ വിഷയമായിരുന്നു മരിക്കുന്നതിന് മുമ്പേ ഒരു തലമുറയെ കണ്ടിട്ട് മരിക്കണം. പക്ഷേ അവരങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങ് വയസ്സരായെങ്കിലും അവര് പറഞ്ഞപ്പം യോഹന്നാൻ ജനിക്കാൻ ഒക്കത്തില്ല. കാരണം ലോകത്തിന്റെ രക്ഷകനായിരിക്കുന്ന യേശു ക്രിസ്തു സ്ത്രീയുടെ സന്തതിയായി പിറക്കുമ്പോൾ ആ പിറക്കുന്ന യേശുവും യോഹന്നാനും തമ്മിൽ 6 മാസത്തിന്റെ ഡിസ്റ്റൻസേ കാണാൻ പാടുള്ളൂ. ഒരു ഹല്ലേലൂയ പറയണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശു ക്രിസ്തു ജനിക്കുന്നതിന് 6 മാസം മുമ്പേ ആര് ജനിക്കാവൂ? യോഹന്നാൻ ജനിക്കാവൂ. ആ യോഹന്നാൻ ഈ സെഖരിയാവിന്റെ കുടുംബത്തിൽ വേണം ജനിക്കാൻ. അതുകൊണ്ട് തമ്പുരാൻ അവരുടെ ആയുസ് വർദ്ധിപ്പിച്ചു. സ്തോത്രം പറയണം.
ഇന്ന് രാത്രി നിന്റെ ഗർഭം അടച്ചത് ദൈവമാണെങ്കിൽ അല്ലെ ദൈവം തുറക്കും. പക്ഷെ ദൈവത്തിന്റെ സമയത്താ തുറക്കുന്നത്. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ഞാൻ ദൂതാ പറയുന്നത്, എന്തടച്ചോ നിന്റെ ജീവിതത്തിൽ ഇന്നലകളിൽ എന്തെല്ലാം ദൈവത്താൽ അടയപ്പെട്ടിട്ടുണ്ടോ, ഈ രാത്രി കൺവെൻഷൻ ഞാൻ വിളിച്ചു പറയട്ടെ, അടഞ്ഞതെല്ലാം തുറക്കാൻ കഴിവുള്ള ഒരുത്തനുണ്ട്. അവൻ തുറന്നാൽ പിന്നെ ആരും അടയ്ക്കത്തില്ല. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചു. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ ചില പ്രവൃത്തികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ യോഹന്നാൻ ജനിച്ചു. യോഹന്നാൻ ഉദരത്തിൽ ഉരുവായി 6 മാസം യോഹന്നാന് എലിസബത്ത് എന്ന വന്യ വയോധികയായ അമ്മച്ചിയുടെ വയറ്റിൽ കിടക്കുമ്പോൾ കന്യകയായ മറിയയ്ക്ക് കർത്താവിന്റെ കൃപ ലഭിച്ചു. ഒരല്ലിയ പറയണം. ഞങ്ങളിത് പറഞ്ഞതിനാണ് സമുദായക്കാരൊക്കെ ഞങ്ങളെ കല്ലെറിയുകയും കൊല്ലുകയും പന്തൽ വലിച്ചു പൊറുക്കുകയും ഒക്കെ ചെയ്തതിന് കാരണം. പക്ഷെ ഇന്നലെ അവർ പറഞ്ഞു അതാ ശരിയെന്ന്. ഞങ്ങൾ പറയുന്നത് ശരിയാന്ന് നാളെ വാക്കുള്ളവർ പറഞ്ഞോളൂ. നമ്മളതല്ലേ ദേവദാസ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് പറഞ്ഞതിന് മാർട്ടിൻ ലൂതറിനെ കത്തിച്ചു കൊന്നു. അതിന് ശേഷം വന്ന നൂറ്റാണ്ടുകളായുള്ള ആളുകളെ തകർത്തു. പക്ഷെ ഞങ്ങൾ പറച്ചിൽ നിർത്തിയില്ല. ഞങ്ങൾ പറഞ്ഞു 2 രക്ഷകരില്ല, ഒരു രക്ഷകനേ ഉള്ളൂ. അത് ഈ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യവർഗത്തിന്റെ ഇടയിൽ ലോകത്തിൽ മുഴുവൻ ഒരു രക്ഷകനുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവല്ലാതെ മറ്റൊരുത്തനില്ല. മറ്റൊരുത്തന് രക്ഷയില്ല. അന്ന് കൊന്നു തള്ളിയെങ്കിലും ഇപ്പോൾ അവര് സമ്മതിച്ചു ഒരു രക്ഷകനെ ഉള്ളൂ. അവര് നന്മ നിറഞ്ഞ മറിയമേന്നാ പാടിയത്. അതാ ഞങ്ങൾ തിരുത്തിയത്. നന്മ നിറഞ്ഞ ഒരാളെ ഉള്ളൂ, അത് യേശുക്രിസ്തുവാ. കൃപ നിറഞ്ഞ ഒരാളെ ഉള്ളൂ, അത് യേശുക്രിസ്തുവാ. ബാക്കിയുള്ളവർക്കെല്ലാം കൃപ ലഭിച്ചതാ. അതുകൊണ്ട് മറിയെ ദൂതം വിളിച്ചത് കൃപ നിറഞ്ഞവളെ എന്നല്ല, കൃപ ലഭിച്ചവളെ. അങ്ങനെ കുറെ നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ PC ചെറിയാനും കൃപ ലഭിച്ചതാ. അതുകൊണ്ട് ആ സ്റ്റേജിൽ നിൽക്കുന്നത്, ഇവിടെ നിൽക്കുന്ന മുഴുവൻ പേരും കൃപ ലഭിച്ചതാ. ഒരല്ലിയ പറയണം. കൃപ നിറഞ്ഞ ആരും ഇവിടെ ഇല്ല. അതുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടരുത്. കൃപ നിറഞ്ഞ ഒരാളെ ഉള്ളൂ, കരുണ നിറഞ്ഞ ഒരാളെ ഉള്ളൂ, അത് നിരത്തി കർത്താവായ യേശു ക്രിസ്തുവാ. ഹല്ലേലൂയ. അപ്പൊ ഈ മറിയെ വിളിച്ചു പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. പേരിന്റെ അർത്ഥം അവൻ സർവജനത്തിന്റെ പാപത്തെ വഹിക്കേണ്ടവനാകയാൽ. യേശു എന്ന് ചുമ്മാ പേരിട്ടതല്ല. യേശു എന്ന പേരിന്റെ അർത്ഥം ആദാമ്യവർഗത്താൽ ഉളവായ സകല മനുഷ്യന്റെയും സകല പാപങ്ങൾക്കും പരിഹാരകനായിട്ട് ഒരുത്തനുണ്ടെങ്കിൽ അവന്റെ പേരാണ് യേശു. ഒരല്ലിയ പറയണം. ഇന്ന് രാത്രി കൺവെൻഷൻ വെച്ചത് ഞങ്ങളുടെ ലാലുച്ചാന്റെ കാശിന്റെ മഹത്വം കാണിക്കാനൊന്നുമല്ല കേട്ടോ. കൺവെൻഷൻ വെച്ച എന്താണെന്നറിയാമോ? അദ്ദേഹം കണ്ടെത്തി യേശു മാത്രമേ ഉലകത്തിൽ ഏക രക്ഷകനുള്ളെന്ന് ഈ ലോകം അറിയണം. അതിനു വേണ്ടിയാണ് ഈ കൺവെൻഷൻ. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിക്കട്ടെ. അങ്ങനെ ഇവിടെ ചോദിച്ചാൽ എങ്ങനെ നടക്കാനാ? ഞാൻ ഒരു പുരുഷനെ അറിഞ്ഞിട്ടില്ല. ഒരു പുരുഷൻ വേണം ഒരാളെ ജനിപ്പിക്കാൻ. ഞാനിപ്പോ വാക്യം വായിപ്പിച്ചു, അവനെ ജനിപ്പിച്ചു. ഞാൻ ഒരു പുരുഷനെ അറിഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെ സംഭവിക്കും? സ്വർഗത്തിന്റെ ദൂത്, അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ജനിക്കുന്ന പ്രജ വിശുദ്ധ പ്രജയായിരിക്കും. ഒരല്ലിയ പറയണം. ഇവിടെ ഏത് മനുഷ്യന്റെ രക്തം പരിശോധിച്ചാലും ആരും വിശുദ്ധരല്ല കേട്ടോ. ഹലോ, നമ്മൾ വിശുദ്ധരാണെന്ന് പറഞ്ഞ അബദ്ധം പറ്റി അവിടെ ഇവിടെ കൊണ്ട് മെഴുകുതിരി കത്തിക്കല്ല. ഇവിടെ വിശുദ്ധ പ്രജയായിട്ട് ഒരാളെ ജനിച്ചുള്ളൂ, അത് യേശു. ഇവിടെ 33 വർഷം വിശുദ്ധനായിട്ട് ഒരാളെ ജീവിച്ചുള്ളൂ, അത് യേശുവാ. അതുകൊണ്ട് യേശു ലോകത്തെ നോക്കി വെല്ലുവിളിച്ചു, നിങ്ങളിൽ ആർക്ക്, ഇതിനകത്ത് ചിറ്റാറുകാരുൾപ്പെടെ നിങ്ങളിൽ ആർക്ക് എന്റെ ഒരു പാപത്തെ കുറിച്ച് എനിക്ക് ബോധം വരുത്താം എന്ന് ഉലകത്തെ വെല്ലുവിളിച്ചൊരു നീതിമാൻ ഉണ്ടെങ്കിൽ, ഒരു വിശുദ്ധനുണ്ടെങ്കിൽ അവന്റെ പേരാണ് യേശു ക്രിസ്തു. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്, അവൻ സ്തുതിക്ക് യോഗ്യനാണ്. ഇന്ന് രാത്രി അവനാണ് ഏക വിശുദ്ധൻ. കരമടിച്ച് ഇന്നത് ദൈവത്തെ സ്തുതിക്കട്ടെ. അവൻ ആരാധനയ്ക്ക് യോഗ്യനാ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ ഏത് ചോദ്യത്തിനും മറുപടി നിന്റെ മേൽ, നിന്റെ വിഷയത്തിന്റെ മേൽ, നിന്റെ ശൂന്യതയുടെ മേൽ അത്യുന്നത ശക്തി ഈ രാത്രി ഇറങ്ങിയാൽ നിന്റെ വിഷയം ഇന്ന് രാത്രി പരിഹരിക്കപ്പെടും. ഇല്ലാത്തത് ഇന്ന് രാത്രി ഉത്ഭവിക്കും.
ആഴത്തിൽ താണ പാഴും ശൂന്യമായ ഭൂമി പൊങ്ങി വരാനും അതുതരം സസ്യങ്ങളും വൃക്ഷവും മുളച്ചു വരാനും ആത്മാവ് പരിവർത്തിച്ചാൽ മതിയെങ്കിൽ ഈ ചിറ്റാറിൽ ഇന്ന് രാത്രി ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കുക. ആത്മാവ് പരിവർത്തിച്ചാൽ ഏത് തകർച്ചയും ഏത് ശൂന്യതയും ഇന്ന് രാത്രി മാറുമെന്ന് ഉറപ്പുള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ അവരെ കരമൊന്ന് ചേർത്തടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവിന് പരിഹരിക്കാൻ കഴിയാത്തതില്ല. അതുകൊണ്ടല്ലയോ സകല ഹോസ്പിറ്റലും കൊണ്ടുപോയിട്ട് സൗഖ്യമില്ലാത്തയാൾ തിരിച്ചു വരുമ്പോൾ അമ്പലത്തിലും കയറി തൊഴുത് വന്നയാള് ദൈവദാസൻ ചെന്ന് 2 വാക്ക് പ്രാർത്ഥിച്ചപ്പോൾ ആ കെട്ടടിഞ്ഞ് അത്രയേ ഉള്ളൂ. ഇന്ന് രാത്രിയിലും ഏത് കെട്ടുമഴിച്ചിട്ട് ഞങ്ങൾ പോത്തുള്ളൂ കേട്ടോ. ഇടത്തൂടെ കെട്ടിയാലും മലത്തൂടെ കെട്ടിയാലും നിനക്കറിയാവുന്ന രീതിയിൽ നീ കുരുക്കി കെട്ടിക്കോ, അതൊക്കെ ഒറ്റ സ്തോത്രത്തെ അഴിയുമെന്ന് ഇതിനകത്ത് ഉറപ്പായി പറയാൻ കഴിയും. ഏറ്റെടുക്കുന്നവർ മാത്രം ഇതിനകത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കണം. എന്റെ ദൈവത്തിന് അഴിക്കാൻ കഴിയാത്തൊരു വിഷയമില്ല. എന്നിട്ട് ഈ മറിയയ്ക്ക് അങ്ങോട്ടൊരു വിശ്വാസക്കുറവ്. ഉടനെ പറഞ്ഞു, നിനക്ക് വിശ്വാസം വരാൻ നിന്റെ ചാർച്ചയിൽപ്പെട്ട വന്യവയോധികനായ സെക്കരിയാവിനും എലിസബത്തിനും ഇത് 6ാമത്തെ മാസമാണ്. അവൾ അത് കേട്ടപ്പോൾ ഈ ചിറ്റാറുമല കയറുന്നവർ ഒരു കുന്ന് കയറി. ഒരു കുന്നിന്റെ മുകളിലാണ് ആര് താമസിക്കുന്നേ? സെക്കരിയാവും എലിസബത്തും. ഒരു കുന്ന് കയറി നമ്മുടെ മറിയ എന്ന കന്യക ആ വീട്ടിലേക്ക് ചെന്നുടനെ സെക്കരിയാവിന്റെ ഭാര്യയ്ക്ക് സെക്കരിയാവിനും പിന്നെ ദൂതനും ദൈവത്തിനും മാത്രം അറിയാവുന്ന രഹസ്യമായി വെച്ചിരുന്ന ഒരു കാര്യമാണ് വാർദ്ധക്യത്തിൽ ഗർഭിണിയായെന്നുള്ള കാര്യം. ഹലോ, പ്രൈസ് ദി ലോർഡ്. ഇവള് ചെന്ന് കൈ കൊടുത്തൊരു ഒറ്റ വന്ദനം പറഞ്ഞു. ഒറ്റ വന്ദനം പറഞ്ഞപ്പോൾ 6 മാസമായിട്ട് അകത്ത് കിടന്ന യോഹന്നാൻ കയ്യും കാലും ഒക്കെ വെച്ച് വരുന്നതേ ഉള്ളൂ. കണ്ണും മൂക്കും ചെവിയൊക്കെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. മുടിയൊക്കെ ചെറുതായിട്ടുണ്ടെന്ന് അകത്ത് കിടക്കല്ലേ. ഒരു സ്വത്രം പറയണം. ഇന്നിരാത്രി സ്കാൻ ചെയ്യുകയൊന്നും വേണ്ട കേട്ടോ. ആത്മാവാണ് പറഞ്ഞതെങ്കിൽ അകത്തുണ്ടെന്ന് ഓർത്തോണം. അവൻ അകത്ത് കിടന്നുകൊണ്ട് ആത്മാവിൽ തുള്ളി. പിന്നെ ഗർഭത്തിൽ കിടക്കുന്നവനെ തുള്ളിക്കുന്നത് ആത്മാവ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ പറയുമ്പോൾ നിന്റെ അകത്ത് ആത്മാവുണ്ട്, നീ തുള്ളിക്കൊണ്ടിരിക്കും. പർവ്വതം മുട്ടാട് പോലെ തുള്ളുന്ന കേസല്ലേ ഇത്. ഇതിനകത്ത് എത്ര പേർക്ക് സന്തോഷമുണ്ട്. അവൻ അകത്ത് കിടന്ന ആത്മാവിൽ തുള്ളി. അതാ യോഹന്നാൻ. പ്രൈസ് ദി ലോർഡ്. ഈ ഉലകത്തിലെ യേശുവിന് വഴിയൊരുക്കാൻ വന്ന ഒരുത്തനുണ്ട്. അവന്റെ പേരാണ് യോഹന്നാൻ സ്നാപകൻ. അവനെ വിളിച്ചിരുന്ന മരുഭൂമിയിലെ ശബ്ദം എന്നാണ്. കാരണം അവന്റെ അടുക്ക് വന്നപ്പോൾ ആളുകൾ ചോദിച്ചു, അല്ലയോ ധന്യനായ യോഹന്നാനെ, പ്രവാചക വര്യനെ, ഏലിയാവിന്റെ ആത്മാവോടുകൂടി വന്നിരിക്കുന്നവനെ, അങ്ങാണോ വാസ്തവത്തിൽ വരാനുള്ള യേശു? നമ്മൾ വല്ലതും ആയിരുന്നെങ്കിൽ തലയിലൊക്കെ ചോദിച്ചിട്ട് ഞാനിപ്പോൾ അതെങ്ങനെ നേരിട്ട് പറയുന്നത്, നിങ്ങളങ്ങ് മനസ്സിലാക്കിയാൽ പോരെ. ഹലോ, എൻ്റെ പൊന്നച്ചാ, ഏതാണ്ട് ചില കൃപയുണ്ടെന്ന് പറഞ്ഞ് യേശുവിനെ കാട്ടി വലിയ ആളുകളുടെ പലരും നടക്കുന്നു. പുസ്തകം എടുക്കാൻ ഒരാൾ, ബാഗ് പിടിക്കാൻ ഒരാൾ, ഷൂ എടുക്കാൻ ഒരാൾ, വണ്ടിയുടെ ഡോർ തുറന്നു കൊടുക്കാൻ ഒരാൾ, പിടിച്ചിറക്കാൻ ഒരാൾ. പുള്ളി വരുന്നേ കണ്ടാലേ ഏതാണ്ട് സംഭവമായിട്ട് ഒരു സ്വത്രം പറഞ്ഞ്, എൻ്റെ കുഞ്ഞെ അത്രയും വലിയ സംഭവമുള്ള ആ മനുഷ്യൻ പറയാണ്, ഞാൻ യേശു ഒന്നുമല്ല, വെറും ഒരു ശബ്ദം. സ്വത്രം പറഞ്ഞില്ല. ഇതിനകത്ത് നിങ്ങളില്ല. ചിലടത്തൊക്കെ ഞങ്ങൾ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ എൻ്റെ പൊന്ന് പാസ്റ്റേ, അനിലറിയാം, അയ്യോ ഇമ്മാനുവലിന് അറിയാമല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ നിന്നും പറഞ്ഞു, നമ്മുടെ കേരളത്തിലും നമ്മുടെ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്ത് വിദേശ രാജ്യങ്ങളിലും ലോകത്തിന് പുറത്ത് വരെ പോയി പ്രസംഗിക്കുന്ന കർത്താവിൻ്റെ ദാസനാണ് ഇന്ന് രാത്രി വന്നേക്കുന്നത്. ജനമെല്ലാം കൂടെ കണ്ണു തള്ളി എന്നെ നോക്കുക. ഞാൻ പിന്നെ എല്ലായിടത്തും ഇപ്പൊ കപ്പിയും കയറും കൊണ്ടാണ് പോകുന്നത്. തിരിച്ചിറങ്ങി സ്റ്റേജേ വരണ്ടേ. ഇവർ നമ്മളെ അടിച്ചു പൊക്കി മുകളിൽ കയറ്റുമ്പോൾ നമുക്ക് തിരിച്ച് സ്റ്റേജേ വന്നാലേ പ്രസംഗിക്കാനൊക്കത്തുള്ളൂ. ഒരു ഹല്ലേലൂയ പറയണം. നമ്മൾ ഈ പ്രശംസയ്ക്കൊന്നും യോഗ്യരല്ല കേട്ടോ. നമ്മളെ ചുമ്മാ കളത്തുകയല്ലേ. ഇന്ന് രാത്രി ശബ്ദം നിന്നാ പിന്നെ എന്നോത്തിന് കൊള്ളാം. ഹലോ എടാ, ഒരു ഞരമ്പ് വലിച്ചാൽ പരിപാടി തീർന്നില്ലേ? സ്വത്രം പറയണം. നീ എന്തിനാ വെറുതെ ഷൈൻ ചെയ്യുന്നേ? നീ ആവശ്യമില്ലാതെ പുകഴ്ചയെടുക്കരുത്. ദൈവത്തിന്റെ പുകഴ്ചയൊന്നും ആരും എടുക്കരുത്. യോഹന്നാൻ പറഞ്ഞു, അയ്യോ ഞാൻ യേശു ഒന്നും അല്ല കേട്ടോ, ഞാൻ ഒരു ശബ്ദം മാത്രമാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഇമ്മാനുവേലെ ശബ്ദമുള്ളപ്പോഴേ നാട്ടുകാർ വിളിക്കൂ. ശബ്ദമില്ല ഇമ്മാനുവേലിനെ ആർക്ക് വേണം? എല്ലാരും ഉണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് ആരും ഭാവിക്കണതിന് മീതെ പറ. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, പോയാൽ മെസ്സേജ് പറയാനൊക്കത്തില്ലല്ലോ. ഹല്ലേലൂയ. അതെ, സത്യത്തിന് സാക്ഷി നിന്നവനായിരുന്നു യോഹന്നാൻ. ഒരു ഹല്ലേലൂയ പറയണം. കത്തി ജ്വലിച്ച് പ്രകാശിച്ച വിളക്കായിരുന്നു യോഹന്നാൻ. പ്രവാചകനിലും മികച്ചവനായിരുന്നു യോഹന്നാൻ. ഇതൊക്കെ യേശു പറഞ്ഞ പദമാണ്. നമ്മളാരെയും കിളത്തുന്ന പോലല്ല. യേശു പറഞ്ഞവൻ പ്രവാചകനിലും മികച്ചവനാണ്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനെ പോലെ ആരുമില്ല, വലിയവൻ ആരുമില്ല എന്ന് യേശു പറഞ്ഞാൽ പിന്നെ വലിയവൻ ആരുമില്ല.
സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ ആരാ? യോഹന്നാൻ. ദൈവത്തിന് സ്തോത്രം. വരുവാനുള്ള ഏലിയാവ് അവനായിരുന്നു. സ്വർഗം തുറക്കുന്നതും പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ആളത്തമായി ഇറങ്ങുന്നതും യേശുവിന്റെ മേൽ വസിക്കുന്നതും ഇവൻ എന്റെ പ്രിയപുത്രൻ സ്വർഗം പറയുന്നത് സ്വന്തം ചെവി കൊണ്ട് കേൾക്കാൻ ഭാഗ്യം കിട്ടിയവൻ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശു വളരണം, ഞാന് കുറയണമെന്ന് ആഗ്രഹിച്ച ഒരു ധന്യനായ മനുഷ്യൻ. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നില്ല നമ്മൾ വളരണം. യേശു കുറഞ്ഞുകൊണ്ടിരിക്കുക. സഭകൾക്കകത്ത് യേശുവില്ല, വീടുകൾക്കകത്ത് യേശുവില്ല. എല്ലായിടത്തും ഇവ പലരും സ്വയം വളരുകയാ. ഇന്ന് രാത്രി എല്ലാം മാറ്റിയിട്ട ചിറ്റാറ് കൺവെൻഷനിൽ നമ്മളിൽ യേശു വളരണം. സ്തോത്രം പറഞ്ഞേ. എത്ര പേര് കൊതിക്കുന്നു, കർത്താവേ ഇന്ന് രാത്രി എന്നിൽ യേശു വളരണം. അവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഇന്ന് രാത്രി അയോഗ്യനായിരുന്ന എന്നെയും നിങ്ങളെയും ഈ മഹത്വമേറിയ കൃപയ്ക്കകത്ത് കൊണ്ടുവന്നത് യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴമാണെങ്കിൽ വിശ്വസിക്കുന്നവർ മാത്രം അക്കരം ഒന്ന് ചേർത്തടിച്ച് ഈ രാത്രി ഒരു നിമിഷം ഈ മഹാദൈവത്തെ ഒന്ന് ആരാധിക്കട്ടെ. ഓ ഹല്ലേലൂയ. അപ്പോ ശ്രദ്ധിക്കണേ. അപ്പൊ ഈ യോഹന്നാൻ സ്നാപകന്റെ ഒരു പ്രസംഗം, യോഗത്തിന്റെ ഒടുവിൽ ഇങ്ങനെ നടന്നു പോകുന്ന യേശു, തന്നെക്കാൾ 6 മാസം എളുപ്പമുള്ള യേശു. യോഹന്നാന് 30.5 വയസ്സുണ്ട്, യേശുവിന് 30 വയസ്സായി. കത്തിജ്വലിക്കുന്ന കണ്ണും തീ പാറുന്ന നാക്കും, ഒരു മരുഭൂമിയിൽ നിന്ന് വരുന്ന മനുഷ്യന്റെ വേഷം, ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് കയ്യിലൊരു വടിയൊക്കെ പിടിച്ച് കാട്ടിലുണ്ടാകുന്ന തേനൊക്കെ കഴിച്ച് ഉപജീവനം കഴിക്കുന്ന ഈ മനുഷ്യൻ പ്രസംഗിക്കുന്ന മുഴുവൻ മാനസാന്തരത്തെ കുറിച്ചാണ്. യോഹന്നാന്റെ പ്രസംഗത്തിന്റെ പ്രധാന വിഷയം മാനസാന്തരപ്പെടണമെന്നുള്ളത്. മാനസാന്തരപ്പെടാത്തവന്റെ ചുവട്ടി കോടാലി വെച്ചേക്കാന്ന് തീർത്തും മുഖത്ത് നോക്കി പറയാറ്. നമ്മളൊക്കെ ഇവിടെ എല്ലാവരെയും സന്തോഷിപ്പിക്കാനും യോഗം കഴിഞ്ഞാൽ ഷുഗറുണ്ടോ പ്രഷറുണ്ടോ, കഴിക്കുന്ന ചപ്പാത്തിയാണോ, മധുരം വിട്ട് ചായ വേണമെന്നൊക്കെ ചോദിക്കാൻ നമ്മൾ പ്രായം കുറഞ്ഞവരെയും കയറി ആൻറ്റി ചായ എന്നൊക്കെ വിളിക്കും. അവർ സന്തോഷത്തോടെ വിളി കേൾക്കുകയും ചെയ്യും. യോഗന്നാണ് യോഗം കഴിഞ്ഞ് ചോറ് വേണ്ട, ചപ്പാത്തിയും വേണ്ട. പുള്ളിക്ക് കാട്ടുതേന് തരാൻ വേണ്ടി തേനീച്ചുള്ള പാറയെ ആശ്രയിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് പുള്ളി ആരെയും ആൻറ്റി എന്നും അച്ചായനും വിളിക്കത്തില്ലായിരുന്നു. ഗ്ലോറി പറയണം. പുള്ളി വിളിക്കുന്ന സർപ്പസന്തതി എന്നായിരുന്നു. ഞാൻ അങ്ങനെ വല്ലതും വിളിച്ച യോഗത്തിൽ നില ഇറങ്ങിപ്പോത്തില്ല. പുള്ളിക്ക് യോഗം കഴിഞ്ഞ് ആരുടെ ആഹാരം വേണ്ട, അതുകൊണ്ട് വിളിച്ചു തുടങ്ങിയ എന്തുവാണ്. അങ്ങനെ പ്രസംഗിനിടയ്ക്കാണ് 1000ങ്ങളിൽ സുന്ദരനായ ഒരുത്തൻ, 10,000ങ്ങളിൽ സുന്ദരനായ ഒരുത്തൻ, ഈ ലോകത്തിൽ വെണ്മയും ചുമപ്പും ഇടകലർന്ന സൗന്ദര്യം ഉണ്ടായിരുന്ന ഏക മനുഷ്യൻ, ഹല്ലേലൂയ പറയണം. അവനൊപ്പം പറയാൻ ആരുമില്ലെന്നേ. ഈ ലക്ഷക്കണക്കിന് ആളുകളുടെ പുറകിൽ കൂടെ ഈ വെണ്മയും ചുമപ്പും ഇടകലർന്ന, ഹല്ലേലൂയ, ശാരോനിലെ പനിനീർ പുഷ്പം പോലെ ഇരിക്കുന്ന യേശു മന്നം നടന്നു വരുന്നത് കണ്ടപ്പോൾ യോഹന്നാൻ പ്രസംഗത്തിന്റെ ടോപ്പിക്ക് മാറ്റി പറഞ്ഞു, ദേ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പ്രസംഗിച്ചില്ലേ, വരുമെന്ന്. അവൻ ദേ കടന്നു പോകുന്നു. അവൻ ആരെന്നറിയാമോ? അവൻ തച്ചന്റെ മോനല്ല, അവൻ മറിയയുടെ മോനല്ല, അവൻ വേശ്യാപുത്രനല്ല, അവൻ വിദേശ ദൈവമല്ല. അവൻ ആരെന്നറിയാമോ? മുഴുലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കരമടിച്ച് രാത്രി ദൈവത്തെ സ്തുതിക്കുന്ന യേശു ആരാണ്? മുഴുലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്ന. ഇത് കേട്ട് യേശു നടന്നങ്ങ് പോയി. പിറ്റേ ദിവസം വീണ്ടും യോഗത്തിന്റെ പുറകിൽ കൂടെ യേശു വരുന്നു. അപ്പൊ യോഹന്നാൻ ആവേശമായി. യോഹന്നാൻ യേശുവിനെ കുറിച്ച് വളരെയധികം കാര്യങ്ങൾ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അതുവരെ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യനായിരുന്ന യോഹന്നാൻ, ഈ പുസ്തകം എഴുതിയ യോഹന്നാൻ യേശുവിന്റെ പുറകെ പോയി. ഒരു ഹല്ലേലൂയ പറയണം. ഞങ്ങളുടെ ആഗ്രഹം ഈ 3 ദിവസത്തെ പ്രസംഗത്തിന്റെ പിൻപിലെ ലക്ഷ്യം, ഞങ്ങൾ പാടിയതും പ്രസംഗിച്ചതും എല്ലാത്തിൻ്റെയും ലക്ഷ്യം യേശുവിനെ അറിയണം. യേശുവിനെ അറിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ പുറകെ ചുറ്റിപ്പറ്റി നിൽക്കല്ല, യേശുവിൻ്റെ പുറകെ പൊക്കോണം. വല്ല വിടുതലും വേണം, യേശുവിൻ്റെ പുറകെ പൊക്കോണം. ഒരല്ലേ പറഞ്ഞേ, ഞങ്ങളുടെ ലക്ഷ്യം അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ യഥാർത്ഥത്തിൽ യേശുവിനെ പ്രസന്റ് ചെയ്തപ്പോൾ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യനായ യോഹന്നാൻ ആരുടെ പുറകെ പോയി? യേശുവിൻ്റെ പുറകെ പോയി. ആ പോക്ക് ക്രൂശിന്റെ ചുവട്ടിൽ വരെ നിന്ന ഒരാളായിരുന്നു യോഹന്നാൻ. മറ്റൊരൊക്കെ അവസരം പോലെ മാറിയൊക്കെ പോയി. ചിലർ തൂക്കി വിറ്റു, ചിലര് തള്ളിപ്പറഞ്ഞു, ചിലർ തലയെ കൈവച്ച് പ്രാഗി. ഇങ്ങനെയൊക്കെ എല്ലാവരും മാറി. ഒരു ഹല്ലേലൂയ പറയണം. കാര്യസാധ്യത വന്നവരൊക്കെ മാറി അകന്നും പോയപ്പോൾ
അറിഞ്ഞു വന്ന യേശു ആരെന്ന് അറിഞ്ഞു വന്ന, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവകുഞ്ഞാണെന്ന് അറിഞ്ഞു വന്ന യോഹന്നാൻ വിട്ടുപിരിഞ്ഞില്ല കേട്ടോ. ഒരു സ്തോത്രം. ഇന്ന് രാത്രിയിൽ യേശു ആരെന്നറിഞ്ഞാൽ ഒരു പാരമ്പര്യവും നിന്നെ പുറകോട്ട് വലിക്കല്ലേ, ഒരു മതവും നിന്നെ പുറകോട്ട് വലിക്കല്ലേ. നീ യേശുവിന്റെ പുറകെ പൊക്കോണം. യേശു നിന്നെ മാനിക്കും. സന്തോഷമുണ്ടെങ്കിൽ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആ യോഹന്നാൻ എഴുതിയ ഈ സുവിശേഷത്തിൽ 3.5 വർഷത്തെ കാര്യം മാത്രമേ ഉള്ളൂ. 33 വർഷം ഈ ഭൂമിയിൽ ഐഹികമായി ജീവിച്ച യേശു ക്രിസ്തുവിന്റെ യോഹന്നാന്റെ കൈക്കീഴിലുള്ള സ്നാനം തുടങ്ങി യേശുവിന്റെ ഉയർപ്പ് വരെയുള്ള 3.5 വർഷത്തെ കാര്യം മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ഇനി യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ കാര്യം മനസ്സിലാക്കാൻ ഞാൻ അങ്ങനെ ഷോർട്ടായി പറയുകയാണ്. ആ 3.5 വർഷത്തെ കാര്യമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിദ്ധരിക്കല്. 3.5 വർഷത്തിനകത്ത് നിന്ന് ഒരു 12 ദിവസത്തെ കാര്യം മാത്രമേ യോഹന്നാന്റെ സുവിശേഷത്തിലുള്ളൂ. ഇനി നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. ഈ 21 അധ്യായത്തിൽ 879 വാക്യത്തിൽ യേശു ക്രിസ്തുവിന്റെ 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയുടെ ഒരു 12 ദിവസത്തെ കാര്യം മാത്രമേ ഉള്ളൂ. അതെല്ലാം പറയണം. തന്റെ ലക്ഷ്യമിതയുള്ളായിരുന്നു. യേശു ദൈവമാണ്. എല്ലാവരും പറഞ്ഞേ, യേശു ദൈവമാണ് എന്ന് നീ പറയുമ്പോൾ നിന്റെ ലെവല് മാറുക. ഈ 3.5 വർഷം കൂടെ നടന്ന നമ്മുടെ പത്രോസേ, പുള്ളി ഈ കാറ്റിനാൽ ഒലയുന്ന ഒരു ഞാങ്ങണ പോലായിരുന്നു. ഞാങ്ങണയുടെ പ്രത്യേകത, കാറ്റ് പടിഞ്ഞാറോട്ട് പോയാൽ പുള്ളി പടിഞ്ഞാറോട്ട്, കാറ്റ് കിഴക്കോട്ട് പോയാൽ പുള്ളി കിഴക്കോട്ട് പോകും. രാവിലെ പുള്ളി IPC ആയിരിക്കും, വൈകിട്ട് ചർച്ചക്കോടായിരിക്കും. 4 മണി കഴിയുമ്പോൾ പുള്ളി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, വൈകുമ്പോഴത്തേക്ക് പുള്ളി ന്യൂ ജനറേഷൻ പോകും. നേരം വെളുക്കുന്നതിന് മുമ്പ് പുള്ളി ഫയറിനകത്ത് പോകും. ഹലോ, കാറ്റിനാൽ ഉലയുന്ന ഓട. അവനെ ഫിലിപ്പിന്റെ കൈസരിയെ കൊണ്ടുപോയിട്ട് യേശു ചോദിച്ചു, മനുഷ്യപുത്രനെ ആരെന്നാ പറയുന്നത്? അപ്പം കൂടെ നിന്നവരെല്ലാം പല അഭിപ്രായം പറഞ്ഞു. ഇരമ്യാവ്, ഏലിയാവ്, മരിച്ചുപോയ യോഹന്നാൻ സ്നാപകൻ തിരിച്ചു വന്നു, ഒരുപാട് കാര്യം പറഞ്ഞു. യേശു പറഞ്ഞു, നാട്ടുകാരെന്തേലുമൊക്കെ പറയട്ടെ. എല്ലാവരും പറഞ്ഞേ, നാട്ടുകാരെന്തേലുമൊക്കെ പറയട്ടെ. എൻ്റെ കൂടെ നടക്കുന്ന നിങ്ങൾ എന്നാ പറഞ്ഞു? ഉടനെ 11 പേരും പറഞ്ഞു, ഞങ്ങൾക്കെതിരെ അഭിപ്രായം ഒന്നുമില്ല. നിങ്ങളിപ്പോൾ മൗനമായിരിക്കുന്ന പോലെ അവരും 11 പേരും മൗനമായിരുന്നു. സ്തോത്രം. പിന്നെ പത്രോസ് പറഞ്ഞു, എനിക്ക് അഭിപ്രായമുണ്ട്. എനിക്ക് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഒരു ഹല്ലേലൂയ പറയണം. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പറഞ്ഞു തീരുകയും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒറ്റ നിമിഷം കൊണ്ട് അവന്റെ അധികാരത്തിന്റെ ലെവല് മാറി. യേശുവിനെ ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ അധികാരം മാറി. അവിടെ പറഞ്ഞു, നീ പൂട്ടിയാൽ സ്വർഗത്തിൽ പൂട്ടും, നീ അഴിച്ചാൽ സ്വർഗത്തിൽ അരിയും. ഇന്ന് രാത്രി ഞാൻ ആത്മാവി പറയുക, നീ ഇതുവരെ അറിഞ്ഞ യേശുവാണ് യഥാർത്ഥ ക്രിസ്തുവെന്ന് നിന്റെ അതരം കൊണ്ട് എപ്പോ പറയുമോ, യേശുവാണ് യഥാർത്ഥ എന്റെ കർത്താവെന്ന് നീ എപ്പം വാ കൊണ്ട് ഏറ്റു പറയുമോ, അപ്പോൾ നിന്റെ ലെവൽ ഈ രാത്രി മാറിയിരിക്കും. വിശ്വസിക്കുന്നവര് മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പത്രോസേ, നീ ആഭിചാരം അഴിച്ചാൽ, അവൻ എത്ര മന്ത്രം ചൊല്ലിക്കെട്ടി ആഭിചാരമായാലും നീ അഴിച്ച സ്വർഗത്തിൽ പറ എല്ലാരും. നീ രോഗാത്മാവിനെ അഴിച്ചാൽ, അത് ക്യാൻസർ ആകട്ടെ, ട്യൂമർ ആകട്ടെ, ലുക്കേമിയ ആകട്ടെ, വൈറൽ ഫീവർ ആകട്ടെ, കിഡ്നി ട്രബിൾ ആകട്ടെ, ഹാർട്ട് അറ്റാക്ക് ആകട്ടെ, ബ്രെയിൻ ട്യൂമർ ആകട്ടെ, നീ അഴിച്ച സ്വർഗത്തിൽ അഴിച്ചിരിക്കും. നിനത്തെ ദൂത പറയുന്നത്, ഈ നീ കർത്താവെന്ന് വിശ്വസിച്ച് നീ അഴിച്ചാൽ ഇന്നത്തെ അഴിയാത്തതൊന്നുമില്ല. ഏറ്റെടുക്കുന്നവർ മാത്രം കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. നീ ഇവിടെ ആരാധിക്കുമ്പോൾ നിന്റെ കൂടാരത്തിന്റെ ഉള്ളറകളിൽ ചില രോഗശക്തികളെ ദൈവം അഴിക്കുകയാ. ദുരാത്മാവ് ബാധിച്ചവനെ നീ ശാസിച്ചാൽ ദുരാത്മാവ് വഴിയും. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് പൂട്ടിയ മുടന്തനെ നീ ശാസിച്ചാൽ അവന്റെ മുടന്തഴിയും. സ്വോത്രരാത്രി പറയണം, ഞാനിവിടെ കഥ പറഞ്ഞു പോകാൻ വന്നതല്ല. ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ പിശാച് കെട്ടിയ ചില കെട്ടുകളെ സ്വർഗം ഈ രാത്രി അഴിച്ചുകൊണ്ടിരിക്കുകയാ. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് രാത്രി അസാധാരണമായ ഒരു ദൈവകൃപയുടെ പകർച്ച. മൗനമായിരിക്കാതെ ദൈവദാസന്മാർ, ദൈവമക്കൾ ഇന്ന് രാത്രി ആത്മാവിന്റെ അധികാരത്തിൽ ഹല്ലേലൂയ. പത്രോസേ,
നീ ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാന്ന് വാഗൊണ്ട് പറഞ്ഞത് കൊണ്ട് നീ അന്യാരാധന ശക്തി അഴിച്ചാൽ അഴിഞ്ഞിരിക്കും. നിന്റെ കുടുംബത്തിൽ ഇന്ന് രാത്രി യേശുവിന്റെ മഹത്വം ഇറങ്ങി വെളിപ്പെട്ടാൽ യേശു നിന്നെ പണിയുകയാണ്. എനിക്ക് 25 വർഷം മുമ്പുള്ള സഹോദരനെ അറിയാം. 25 വർഷം മുമ്പുള്ള, അല്ലയോ? പിന്നെ ഇന്നത്തെ സഹോദരനെ സ്ഥിതി മൊത്തം മാറ്റിയില്ലേ? മൊത്തം ശൂന്യതയുടെ കെട്ട് വലിച്ചു. ഒരല്ലിയെ പറയണം. പിള്ളേർ ലണ്ടനിൽ നിന്ന് പൈസ അയച്ചു കഴിഞ്ഞാൽ അതിപ്പോഴാ വരാൻ തുടങ്ങി. പിള്ളേരൊക്കെ അയക്കുന്നതിന് മുമ്പേ ദൈവസ്ഥിതി മാറ്റി. എന്നെ കാര്യമെന്നറിയാമോ? യേശു കുടുംബത്തെ പണിയാൻ തുടങ്ങി. ഞാൻ പണിയുമെന്ന യേശു പറഞ്ഞേ. ഞാൻ എൻ്റെ കുടുംബങ്ങളെ പണിയും, ഞാൻ എൻ്റെ സഭയെ പണിയും, ഞാൻ എൻ്റെ ഭക്തന്റെ ശുശ്രൂഷകളെ പണിയും. ഈ പട്ടണത്തിൽ ഇന്ന് രാത്രി പണിയാൻ കരുത്തുള്ളൊരുത്തൻ വന്നിട്ടുണ്ട്. അവന്റെ പേരെത്ര? യേശു. വന്ന് വിശ്വസിക്കുന്നവര് മാത്രം ഈ രാത്രി ദൈവത്തെ നന്നായി സ്തുതിച്ച് ആരാധിക്കട്ടെ. ഓ ഹല്ലേലൂയ. ഓ, അപ്പൊ ഈ യോഹന്നാന് യേശുവിന്റെ ദൈവത്വം തെളിയിക്കപ്പെടാൻ വേണ്ടി മാത്രം 8 അടയാളങ്ങൾ എഴുതി. ഒന്ന്, കാനാവിലെ കല്യാണ വീട്ടിലെ പച്ചവെള്ളം വീഞ്ഞാക്കി. വീഞ്ഞാകാനൊന്നും യേശു പറഞ്ഞില്ല, തെറ്റിദ്ധരിക്കൽ. കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് കൊടുക്കാനേ പറഞ്ഞു. കോരിക്കൊണ്ട് കൊടുത്തപ്പോൾ അതെന്തായി? വീഞ്ഞായി. കർത്താവിന് ഇതിനകത്ത് വീഞ്ഞാകാൻ പറയേണ്ട ഒരു നോട്ടം മതി. മിണ്ടുന്നില്ല. നിന്റെ ആ താണു കിടക്കുന്ന മണ്ഡലത്തിലെ ആ രുചിയും ഗുണമൊന്നും ഇല്ലാത്ത ആ പാഴായി കിടക്കുന്ന വസ്തുവിനെ ഒറ്റ നോട്ടത്തിൽ ഗുണമുള്ളതാക്കി നിറമുള്ളതാക്കി മാറ്റാൻ കരുത്തുള്ളവനെ എൻ്റെ കർത്താവിന്റെ കണ്ണ് അഗ്നിജാലയ്ക്കൊത്ത കണ്ണല്ലേ. ഇന്ന് രാത്രി അവനിവിടെ ഉലാവിക്കൊണ്ടിരിക്കുകയാ. ഞാൻ ആത്മാവിൽ അവനെ കണ്ടുകൊണ്ടിരിക്കുകയാ. നിങ്ങൾ എത്ര പേര് അവനെ കാണുന്നുണ്ട്? ഈ പന്തെല്ലാം അങ്ങോളം ഇഞ്ഞോളം ഇന്ന് രാത്രി ആ തേജസ് ചുറ്റിക്കൊണ്ട് ഇന്ന് രാത്രി എൻ്റെ യേശു നടകൊള്ളുകയാ. വിശ്വസിക്കുന്നവർ മാത്രം ഈ രാത്രി ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ. അപ്പൊ ഒന്ന്, കാനാവിലെ കല്യാണ വീട്ടിലെ പച്ചവെള്ളം വീഞ്ഞാക്കി. 2, രാജഭൃത്യന്റെ മകന് സൗഖ്യം കൊടുത്തു. 3, ബെത്സാ കുളക്കരയിലെ പക്ഷപാത രോഗിയെ സൗഖ്യമാക്കി. അവന് 38 വർഷമായിട്ട് പക്ഷപാതമായിരുന്നു. 38 വർഷം പക്ഷപാതക്കാരനെ സൗഖ്യമാക്കാൻ കർത്താവിന് ഒറ്റ വാക്ക്, കിടക്കാൻ കൊണ്ട് വീട്ടിൽ പോടാന്ന് പറഞ്ഞു. അവൻ കിടക്കെടുത്തോണ്ട് വീട്ടിൽ പോയി. സൗഖ്യമാക്കിയാൽ അന്നേരം സൗഖ്യം കേട്ടോ. അല്ലാതെ ആദ്യം സ്ട്രെച്ചറെ പിടിച്ച് നടന്നു, പിന്നെ ഒരു സ്ട്രെച്ചറെ പിടിച്ച് നടന്നു, പിന്നെ 2 അമ്മാമ്മ താങ്ങി പിടിച്ച്, അങ്ങനൊന്നും അല്ല കേട്ടോ. കർത്താവ് സൗഖ്യമാക്കിയ മൊത്തം സൗഖ്യം. ഒരല്ലേ പറഞ്ഞു. ഇന്ന് രാത്രി അവൻ നിന്നെ പൂർണ്ണമായി വിടുവിക്കുകയും ആരോഗ്യം തരുന്ന ദൈവമാ. സന്തോഷമുള്ളവർ മാത്രമേ ദൈവത്തെ സ്തുതിക്കാവൂ. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത് അവന് യോഹന്നാൻ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് കേട്ടോ. നമ്മൾ നോക്കാത്തടത്തൊക്കെ യേശു ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഈ 2 കാശിട്ട വിധവയെ ആര് നോക്കി? യേശു നോക്കി. അപ്പൊ യേശു കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, നിങ്ങളുടെ പൈസ ഏത് മോഡലാ? ഇപ്പൊ ഈ 33 പറഞ്ഞത് പൈസ ഏത് മോഡലാണെന്ന് കണ്ടിട്ടില്ല, കൈകൊണ്ട് പൈസ തൊട്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന നാണയം അത് റിയാലാണോ, ഡോളറാണോ, പൗണ്ടാണോ, യൂറോ ആണോ, എനിക്കറിയത്തില്ല, ഒന്ന് കൊണ്ടുവന്ന് കാണട്ടെ. അപ്പോൾ അവർ കൊണ്ടുവന്നൊക്കെ പറഞ്ഞു, ഇതിൻ്റെ പുറത്ത് ഈ പണമാരുടെ, അത് ഞങ്ങളുടെ കൈസറുടെ, ഇതോ അത് ദൈവത്തിന്. ഓക്കെ, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊണ്ട്, കൈസർക്കുള്ളത് അന്നാ പൈസ കാണുന്നത്. പക്ഷെങ്കിൽ ഈ സ്ത്രീ ഇടുന്ന പൈസ നോക്കി. അവിടെ അദാനി അംബാനിയൊക്കെ യോഗത്തിന് വന്ന് കാണും. അവരൊന്നും അന്നില്ല കേട്ടോ, തെറ്റിദ്ധരിക്കല്ലേ, ഇറങ്ങി കഴിയുമ്പോൾ മടക്കുണ്ടാക്കല്ലേ. ഞാൻ 2 കാശുകാരുടെ പേര് പറഞ്ഞതേ ഉള്ളൂ. സ്വോത്രം. അവൻ കൊണ്ടുവന്നാൽ 1 ലക്ഷം ദിറംസൊക്കെ ഇട്ട് കാണും. അവന് വലിയ വിഷയമല്ലല്ലോ. 30 കിലോ സ്വർണം കൊണ്ട് പൊതിയാൻ കൊടുക്കാമെങ്കിൽ പിന്നെ 1 ലക്ഷം ഡോളർ എന്നാണ് വിഷയം. സ്തോത്രം. ഞങ്ങളെ വല്ല ഈ സ്വർണം കൊണ്ടാണ് വീണ്ടെടുത്തിരുന്നെങ്കിൽ ഞങ്ങളുടെ കഥ പോക്കല്ലേ. ബോർഡെല്ലാം കൂടി ഞങ്ങളെ പൊളിച്ചോണ്ട് പോകത്തില്ലേ? ഒരു പോറ്റി പോരെ വിഷയം തീരാൻ. അതിന് ഞങ്ങളെ അതുകൊണ്ട് പൊതിയാതെ ഞങ്ങളെ വീണ്ടെടുത്തത് വെള്ളി, പൊന്നെ മുതലായ നാട്ടുകാർ അഴിച്ചോണ്ട് പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ആ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് സന്തോഷം കൊണ്ട് കരമടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കണം കേട്ടോ. അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ഞങ്ങളുടെ സഭയെ വീണ്ടെടുത്തത്. നിർദോഷമായ നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട്. സന്തോഷമുള്ളവർ മാത്രം കരമൊന്നടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചേ.
പണ്ട് ഞങ്ങളുടെ നയനാര് മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഭഗവാന് പാറാവ് വേണമെന്ന് ചോദിച്ച പോലെ ഇപ്പോഴത്തെ സ്ഥിതിയല്ല അങ്ങനായി. ഭഗവാന് പോലും ഇരിക്കപ്പുറതി ഇല്ലാത്ത കാലമാണ്. എങ്കിലും കർത്താവ് നിന്റെ അകത്ത് വന്നാൽ ഈ കള്ളം വരുന്ന അറക്കാനും മുടിക്കാനും മോട്ടിപ്പാനുമാ. യേശു വരുന്നത് നിനക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ, സ്വത്രം പറഞ്ഞ ഇന്ന് രാത്രി, നിനക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനാ. നല്ലല്ലേ പറഞ്ഞേ. അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ സംഭവം, പിറവിയിലെ കുരുടൻ 2 കണ്ണുണ്ടാക്കി വെച്ചു. അവന് കണ്ണില്ല. പക്ഷേ യേശു അവനെ കണ്ടപ്പോൾ കണ്ണില്ലെന്ന് മനസ്സിലായി. കർത്താവ് ഏതെങ്കിലും ആദാമിനെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ പോലെ നിലത്തോട്ട് തുപ്പി, തുപ്പൽ കൊണ്ട് 2 കണ്ണുണ്ടാക്കി അവനെ കണ്ണിലോട്ട് വെച്ചിട്ട് പറഞ്ഞു, പോയി ശീലോകാമി കഴുകടാന്ന് പറഞ്ഞു. കഴുകിയപ്പോൾ 2 കണ്ണുണ്ടായി. ഇന്ന് രാത്രി ഇല്ലാത്തതിനെ ഉണ്ടാക്കി വെക്കുന്നവൻ ഇവിടെ വന്നേക്കുന്നത്. ഞാൻ ഈ ദൂത് പറയുമ്പോൾ നിന്റെ അകത്തോ പുറത്തോ ഉള്ള ജന്മനുള്ള ശൂന്യതകളെ ഈ രാത്രി എൻ്റെ കർത്താവ് പണിതുകൊണ്ടിരിക്കുക. വിശ്വസിക്കുന്നവരെ ഈ രാത്രി ആരാധിക്കാവൂ. ഒരു അസാധാരണ ദൈവകൃപ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഈ പന്തലിൽ ഉള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. സ്നേഹിത, നീ അറിയാതെ വന്നതല്ല. സ്വർഗം ഇന്ന് രാത്രി നിന്നെ ഇവിടെ കൊണ്ടുവന്നതാ, നിനക്കൊരു വിടുതൽ തരാൻ. അത് കഴിഞ്ഞാൽ മരിച്ച് 4 ദിവസമായി കല്ലറയെ വെച്ച ലാസറിന്റെ ഉയർപ്പ് തീർന്നില്ല. തിബരിയാസ് കടക്കരയിലെ അത് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞുള്ള അത്ഭുതമാ. 153 വലിയ മീനുകളെ കൊടുത്തുള്ള അത്ഭുതം. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ യോഹന്നാൻ എഴുതി. ഇതിന്റെ എല്ലാം പിൻപിലെ ലക്ഷ്യം ഒന്നേ ഉള്ളായിരുന്നു, യേശു ആരാന്നറിയണം, ദൈവമാണെന്ന് അറിയണം. ഒരല്ലേ പറഞ്ഞേ. ഞാനിങ്ങനെ പറഞ്ഞു പോയാൽ സമയം ഒത്തിരി മുൻപോട്ട് പോകും. അത്യാവശ്യമായ കാര്യം പറയാൻ വരുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള യേശു ഈ കാനാവിലെ കല്യാണ വീട്ടിലെ പച്ചവെള്ളം വീഞ്ഞാക്കിയപ്പം വിരുന്നുവാഴി അതിശയപ്പെട്ടു. അദ്ദേഹം വന്ന് പറഞ്ഞു, ഈ ചെറുക്കൻ്റെ അച്ഛൻ ആരാഞ്ഞ് വന്ന് അച്ഛാ ഇതുവരെ എവിടെ വെച്ചേക്കുമായിരുന്നു, വിരുന്നുവാഴി അറിയാം. അവൻ പറഞ്ഞു, എൻ്റെ പൊന്നെ എനിക്കറിയത്തില്ല. മണവാളിനെ വിളിച്ചു. അവൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. ചുരുക്കി പറഞ്ഞ ആർക്കും അറിയത്തില്ല. ഇതെല്ലാം പള്ളിപ്രമാണിയായ, യഹൂദന്മാരുടെ പ്രമാണിയായ, ശാസ്ത്രിയായ നിക്കോദീമോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞ് വീഞ്ഞൊക്കെ കുടിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞപ്പം വൈകിട്ട് പുള്ളിക്കാരൻ സന്ധ്യ ആയപ്പോൾ തന്നെക്കാട്ടിൽ ഒത്തിരി പ്രായം കുറവുള്ള തച്ചൻ്റെ മകനെ, നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ തച്ചൻ്റെ കൊച്ചനെ കാണാൻ വൈകിട്ട് ആ ചെറിയ കുടിലോട്ട് വന്നു. ആ വലിയ മനുഷ്യൻ, ഹല്ലേലൂയ, നിക്കോദീമോസ് എന്ന വലിയ മനുഷ്യൻ ഈ തച്ചൻ്റെ കുടിലിൽ വന്ന് കുനിഞ്ഞകത്ത് കയറിയിട്ട് യേശുവിനെ, എന്നെ അങ്ങ് പണ്ട് ഞാൻ പറഞ്ഞില്ലേ പൊക്കിയെന്ന്, ലോകത്തിന് വെളിയിൽ വന്ന് എന്ന് പറഞ്ഞ പോലെ ചെറിയാച്ചൻ ഭാഷ ഒറ്റ കിളത്തി, കർത്താവേ, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഇല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ, ഈ അടയാളങ്ങൾ ചെയ്യാൻ ലോകത്തിൽ മറ്റാരെ കൊണ്ടും കഴിയത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആയിരുന്നെങ്കിൽ, മറിയേ, നമ്മുടെ പ്രധാനപ്പെട്ട പള്ളിയുടെ പ്രമാണിയും യഹൂദന്മാരുടെ പ്രമാണിയും പരീശന്മാരുടെ പ്രമാണിയും ന്യായപ്രമാണത്തിന്റെ വള്ളി കീറി മുറിച്ചറിയാവുന്ന നമ്മുടെ നിക്കോദീമോസ് ക്ഷണിക്കാതെ അതിഥിയായി നമ്മുടെ ഈ ചെറിയ വീട്ടിൽ വരാൻ ആ വലിയ മനുഷ്യന് തോന്നിയല്ലോ. എളുപ്പം ചായ എടുക്കും, പാലിൽ വിഷമിക്കേണ്ട, സുലൈമാനി എടുത്താലും, ഹലോ, അല്ല പാലില്ലെങ്കിൽ വിഷമിക്കേണ്ട, സുലൈമാനി എടുത്താലും എന്നൊക്കെയല്ലേ പറയണ്ടേ? ഒരാൾ വരുമ്പോൾ അവന്റെ ഭൂതകാലവും ഭാവികാലവും വർത്തമാനകാലവും അറിയാവുന്ന ആളായിരിക്കുന്ന യേശു. സ്വതന്ത്രം പറഞ്ഞില്ല, ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഇന്നത്തെ കാര്യമേ അറിയത്തുള്ളൂ. ഇന്നലെ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, നാളെ എന്താകുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ യേശുവിന് ഇന്നലെ ഇന്നും നാളെ അറിയാവുന്നവനാ. അതുകൊണ്ടല്ലയോ ഹല്ലേലൂയ ഒരുത്തനെ കണ്ടോണെ പറഞ്ഞു, എടാ നീ സാക്ഷാൽ ഇസ്രായേലിയൻ, നിന്നിൽ കപടമൊന്നും ഇരിപ്പ് കണ്ട അറിയത്തില്ലേ, നിന്നിൽ കപടമൊന്നും. അപ്പൊ അവൻ ചോദിച്ചു, എന്നെ എവിടെ വെച്ചറിയാം? ഉടനെ നീ അങ്ങ് അത്തിയുടെ ചോട്ടിയിരുന്നില്ലേ പണ്ട്, നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോന്നും ചോദിച്ച്, എനിക്കൊരു ഗതി മേൽഗതി ഉണ്ടാകുമോ എന്ന് ചോദിച്ചിരുന്നില്ലേ? അന്ന് ഞാൻ നിന്നെ കണ്ടതാ. ഒരല്ലേ പറയണം എന്ന് പറഞ്ഞാൽ, നീ അങ്ങ് ശൂന്യത വട്ടപൂജ്യമായിരുന്നപ്പം ഞാൻ നിന്നെ കണ്ടതാന്നാ യേശു പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പൊ നദിയെ അത്രയും കാര്യം അറിയാവുന്ന യേശു നിക്കോദീമോസിനെ കണ്ടപ്പോൾ മനസ്സിലായി, ഇവനാണ് പീലാത്തോസിന്റെ അടുക്കൽ നിന്ന് സ്വാധീനം കൊണ്ട് നമ്മുടെ മന്ത്രി അരിമത്തിലെ യോസഫിനെയും കൂട്ടിക്കൊണ്ട് എൻ്റെ ബോഡി ക്രൂശിൽ നിറക്കാൻ അനുവാദം മേടിക്കുന്നത്. ചുമ്മാ അറിഞ്ഞ അനുവാദം കിട്ടത്തില്ലല്ലോ. അപ്പൊ നിക്കോദീമോസ് സ്വാധീനമുള്ള മനുഷ്യനാണ്. അദ്ദേഹം മന്ത്രി യോസഫിനെയും കൂട്ടിക്കൊണ്ട് പീലാത്തോസ് എന്ന ഗവർണറോട് ഞങ്ങൾക്ക് ആ ശരീരം അടക്കാൻ വിട്ടുതരണം എന്നുള്ളതായ കാര്യം ചെന്ന് ചോദിച്ച് സാക്ഷ്യം മേടിക്കുന്ന ആളാണ് ഈ വന്നേക്കുന്നതെന്ന് പ്രഥമ ദൃഷ്ടിയ ആർക്കും മനസ്സിലായി. നിങ്ങൾ എൻ്റെ കൂടെയാണോ? യേശുവിന് മനസ്സിലായി. ഇവന്റെ പോക്കറ്റിലെ സാലറി കൊണ്ടാണ് എൻ്റെ ദേഹം പൊതിയാനുള്ള നിർമ്മല ശീല മേടിക്കുന്നതെന്ന് യേശുവിന് മനസ്സിലായി.
അയ്യോ, ഇവന്റെ വീട്ടിലെ കാശ് കൊണ്ടാണ് 100 റാത്തൽ സുഗന്ധം. 1 റാത്തൽ സുഗന്ധമാണ് നമ്മുടെ അമ്മാമ്മ കർത്താവിന്റെ കാലെ പൂശിയെ. അതിന്റെ വില യൂദാ പറഞ്ഞുണ്ട് 300 വെള്ളിക്കാശ് 1 റാത്തലിന്. അപ്പൊ 100 റാത്തലിന്റെ വില നിങ്ങൾ വീട്ടിൽ പോയി കാൽക്കുലേറ്റർ കൂട്ടിയാൽ മതി. ഞാൻ അത് കൂട്ടാൻ പോയപ്പോ നമ്മുടെ സമയം. ഹലോ, അപ്പൊ എന്റെ ബോഡി പൊതിയാൻ നിർമ്മലശീലം മേടിക്കുന്നത് ഈ വന്നേക്കുന്ന നിക്കോദീമോസാണ്. എന്നെ ക്രൂശിൽ നിന്ന് ഇറക്കുമ്പോൾ താഴെ വീണ് അസ്ഥി ഒന്നും ഓടിയാതിരിക്കാൻ തോളത്ത് താങ്ങി പതുക്കെ ഈ ബോഡി ഇറക്കുന്നത് നിക്കോദീമോസാണ്. ആ നിർമ്മലശീലയിൽ എൻ്റെ ബോഡി പൊതിയാനുള്ള 100 റാത്തൽ സുഗന്ധം ഇവന്റെ പോക്കറ്റിലെ പൈസ കൊണ്ടാണ്. എൻ്റെ മുഖം മറയ്ക്കുന്ന റൂമാല് ഇവന്റെ കയ്യിലെ പൈസ കൊണ്ടാണ്. എൻ്റെ ബോഡി അരിമത്തിയിലെ ആരെയും വെച്ചിട്ടില്ലാത്ത പാറയിൽ കൊത്തിയ കല്ലറയിൽ കൊണ്ട വെക്കുന്നത് ഈ തലഭാഗം നമ്മുടെ നിക്കോദീമോസ് പിടിച്ച് കാൽഭാഗം അരിമത്തിലെ യോസഫും പിടിച്ചോണ്ട് കൊണ്ട വെക്കുന്നത്. ഹല്ലേലൂയ. ഇതെല്ലാം അറിയാവുന്ന യേശു ന്യായമായിട്ടൊരു സുലൈമാനിയേലും കൊടുക്കേണ്ടതല്ലേ? പക്ഷെ അവനോട് പറയാണ്, ആമീൻ ആമീൻ, നിക്കോദീമോസ് എന്ന പള്ളിപ്രമാണിയെ, ന്യായശാസ്ത്രിയെ, സമൂഹത്തിലെ ഉന്നതനെ, ഗ്രാമത്തിലെ തലവനെ, നിന്നോട് ഞാൻ ഈ രാത്രി പറയട്ടെ, നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണത്തില്ല. ഒരല്ലേലൂയ ഈ രാത്രി പറയണം. യേശുവിന് ആരെ സോപ്പിടുന്ന പരിപാടിയില്ല കേട്ടോ. യേശു പറഞ്ഞ്, നിക്കോദീമോസ് നീ എന്നെ പുകഴ്ത്താനൊക്കെയാ വന്നേ, പക്ഷെ എനിക്കിന്ന് രാത്രി അറിയാനുള്ളത്, നീ ഇവിടെ പുകഴ്ത്തിയിട്ട് നരകത്തിൽ പോകല്ലേ. അതുകൊണ്ട് നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ 2 മാർഗമില്ല മോനെ, ഒറ്റ മാർഗമേ ഉള്ളൂ. നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ, സന്തോഷമുള്ളവർ മാത്രം ഈ രാത്രി ആ കരമടിച്ചു ദൈവത്തെ സ്തുതിച്ച്, നിങ്ങൾ ആരും ആകട്ടെ സ്നേഹിത, ഇന്ന് രാത്രി പുതുതായി ജനിച്ചില്ലെങ്കിൽ, ഓ റമനഗ ശംദരേ റൗഷസൈദര. അപ്പോൾ യേശു പറഞ്ഞു, ആമീൻ ആമീൻ എന്ന് യേശു പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വിഷയത്തിന് അഴിവില്ലെന്നുള്ളതാണ്. ഹലോ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ അഴിഞ്ഞില്ലേ മുനിസിപ്പൽ കോടതിയിലടിക്കാം, മുനിസിപ്പൽ അഴിഞ്ഞില്ലെങ്കിൽ ഹൈക്കോടതിയിലടിക്കാം, ഹൈക്കോടതിയിൽ അഴിഞ്ഞില്ല സുപ്രീം കോടതിയിലടിക്കാം. പക്ഷെ ഇതിന് അഴിവില്ല. അതുകൊണ്ടാണ് ആമീൻ ആമീൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറയുന്ന കാര്യം ഈ ആകാശവും ഭൂമിയും മാറിയാലും അതിന് മാറ്റമില്ല. ആമീൻ ആമീൻ, ഞാൻ നിന്നോട് പറയുന്നു, വ്യക്തിപരമായിട്ടാകട്ടെ, ഞാൻ നിന്നോട് പറയുന്നു, നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണത്തില്ല. ഇത് സത്യമാണെന്നൊക്കെ പുള്ളിക്ക് അറിയാം. എങ്കിലും നമ്മൾ ഈ പൊരുൾ തിരിച്ചു കൊടുത്താലും ചെറൽ ഈ പൊരുളിന്റെ പുറത്ത് കിടന്ന് ഉരുളും. ദേഹത്ത് ചള്ള പിടിച്ചാലും അവർ സമ്മതിക്കത്തില്ല. ഇന്ന് രാത്രിയിലെങ്കിലും ദയവ് ചെയ്ത് ഈ 3ാമത്തെ കടശി രാത്രി ആരും പൊരുളിന്റെ മണ്ടയ്ക്ക് കിടന്ന് ഉരുളല്ലേ, സത്യം അങ്ങ് ഏറ്റെടുക്കണം. സ്വോത്രം പറഞ്ഞേ. അപ്പൊ പുള്ളിക്കൊന്നും മനസ്സിലാകാത്തൊരു പൊട്ടൻ പോലെ പുള്ളി പറയാണ്, കർത്താവേ, ഞാൻ ഇത്രയും പ്രായമായി. അപ്പൊ യേശുവിനെക്കാട്ടി പ്രായം ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ഞാൻ ഇത്രയും പ്രായമായി, ഇനിയിപ്പോൾ ഞാൻ ഈ വയസ്സനാകാലത്ത് എൻ്റെ അമ്മയുടെ വയറ്റിൽ പോയി ഒന്നുകൂടെ ജനിക്കാന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെ നടക്കാനാ? നീ എന്തോ ഈ പറയണേ? പുള്ളിക്കൊന്നും മനസ്സിലായില്ല. ആരാ? പള്ളിപ്രമാണിയാ, ന്യായശാസ്ത്രിയാ, പുസ്തകങ്ങൾ എഴുതുന്ന ആളാ. പുള്ളിക്ക് ഇത് മാത്രം എന്ത് ചെയ്തില്ല. ആ ചിലർക്ക് ബാക്കിയല്ല അറിയും, ഇത് മാത്രം പിടികിട്ടത്തില്ല. ഹലോ, മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ആ, അപ്പൊ യേശു പറഞ്ഞു, നിക്കോദീമോസേ, എടാ, ജഡത്താൽ ജനിച്ചതെല്ലാം ജഡമാ. എല്ലാരും ഇത് പറഞ്ഞേ, ജഡത്താൽ ജനിച്ചതെല്ലാം ജഡമാ. അതിനൊരു ആയുസിന് പരിധിയുണ്ട് കേട്ടോ. സ്തോത്രം. എല്ലാ മരുന്നിന്റെയും പുറത്ത് എത്ര ദിവസം വരെ ഉപയോഗിക്കാമെന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? എന്തോ അതിന് പറയുന്നേ? എക്സ്പയറി ഡേറ്റ്. എല്ലാവരും പറഞ്ഞേ. അതുകൊണ്ടാ ലാസർ ഉയർത്തെങ്കിലും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടായിരുന്നു. അന്ന് പുള്ളി മരിച്ചുപോയി. ഹലോ, നമ്മുടെ ആ 38 വർഷത്തെ പക്ഷപാതക്കാരൻ എഴുന്നേറ്റ് ഓടിയില്ലേ, താങ്ക്സ് പോലും പറയാതെ. അങ്ങനെ കുറെ ബന്ധിക്കോസുകാരുണ്ട്, താങ്ക്സ് പോലും പറയത്തില്ല, സൗഖ്യം കിട്ടി ഓടുക. യേശു പുറകെ പോയി അവനെ പള്ളിയിൽ ഇട്ട് പിടിച്ചു. സ്തോത്രം. അപ്പോ ഈ പുള്ളിക്കാരനും പിന്നെ എക്സ്പയറി ഉണ്ടായി. അന്ന് നമ്മളാരും ഇല്ലാഞ്ഞുകൊണ്ട് അനുശോചന യോഗം നടന്നില്ലെന്നേ ഉള്ളൂ. സ്തോത്രം. ഈയിടെ ഒരുത്തൻ മരിച്ച പോലെ കിടന്നു, മരിച്ചില്ലായിരുന്നു, മരിച്ച പോലെ കിടന്ന. അപ്പോൾ നാട്ടുകാരെല്ലാം വന്ന് അനുശോചനം പറഞ്ഞില്ല, ഭയങ്കര അനുശോചനം. അതിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഈ സഹോദരൻ എനിക്ക് മകനെ പോലായിരുന്നു, ഒന്നുകൂടെ പറഞ്ഞാൽ എൻ്റെ കൂടപ്പുറപ്പായിരുന്നു,
ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ വന്ന് ഇദ്ദേഹത്തെ കണ്ടിരുന്നു. എനിക്ക് ചെയ്യാൻ കഴിയുന്ന ചെറുതും വലുതുമായ അനവധി സഹായങ്ങൾ ഞാൻ ഈ സഹോദരന് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, ദീർഘായുസില്ലാതെ നമ്മെ വിട്ടു പോയല്ലോ. കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ടേ ഈ മൂക്കിൽ നിന്ന് തന്നെ പഞ്ഞി അങ്ങ് തെറിച്ചു. ഇവൻ എഴുന്നേറ്റ് ലീഡ് ചെയ്യുന്ന പാസ്വേഡ് പറഞ്ഞു 2 മിനിറ്റ് നന്ദി പറയാൻ സമയം തരണം. അപ്പോൾ ഈ മൂക്കിൻ്റെ പഞ്ഞി പോയി ഇവന് എഴുന്നേറ്റ് പെട്ടിക്കാതിരുന്നുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞ സഹോദരന് എൻ്റെ ഓർമ്മയിൽ ഇന്ന് വരെ എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല. എനിക്കൊരു 10 രൂപയുടെ സഹായം ഇന്ന് വരെ. അപ്പം ഈ മരിച്ചോ കേൾക്കത്തില്ലെന്ന് വിചാരിച്ചു ഇവൻ പറഞ്ഞ്. പക്ഷെ നന്ദി പറയാൻ അവനെ എഴുന്നേറ്റ്. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. കഥയാണേ, എന്നെ കൂടെ കൂട്ടി അങ്ങ് പറയുക. നമ്മളൊക്കെ വന്ന് എല്ലായിടത്തും അങ്ങ് അടിച്ചു വിടുവല്ലേ. അവരുടെ അമ്മച്ചി മരിച്ചു കിടക്കുക. അപ്പോൾ അപ്പച്ചനടക്കം തലക്കി ഇരിക്കുക, ഒത്തിരി ദുഃഖത്തിരിക്കുക. ഉടനെ ഒരു പരിചയമില്ലാത്ത സഭയുടെ നേതാവ് വന്നാലേ അടക്കം ശരിയാകത്തുള്ളല്ലോ. അപ്പം നേതാവ് വന്നു. നേതാവിനെ ഈ പുള്ളി യാതൊരു പരിചയമില്ല. പക്ഷെ ഇരിക്കുന്ന പാസ്റ്ററുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് നേതാവിനെ വരുത്തുക എന്നുള്ളത്. അപ്പം അങ്ങനെ നേതാവ് വന്നു. അപ്പോൾ നേതാവ് പറഞ്ഞു, അമ്മച്ചിയുടെ വേർപാട് നമ്മെ സംബന്ധിച്ചിടത്തോളം നികത്താനാവാത്ത വിടവാണ്. ചിറ്റാറിലെങ്കിലും വിടവിനി നികത്താൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് അടിച്ച് മൂപ്പിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഉടനെ ഈ അപ്പച്ചൻ ഈ നേതാവിനെ പതുക്കെ താത്ത് ചെവിലോട് പറഞ്ഞു, എടോ പാസ്റ്ററെ, കൃപയാൽ അവളും സ്വസ്ഥമായി. ഒരു ദീർഘശ്വാസം ഇട്ടേച്ച് പറഞ്ഞു, ഞാനും സ്വസ്ഥമായെന്ന്. എടാ, അനുഭവിച്ചവർക്കല്ല വിഷയം അറിയത്തുള്ളൂ. ഒരല്ലേ പറഞ്ഞ്. അപ്പം നമ്മൾ ചുമ്മാ അനുശോചനമൊക്കെ പറയുകയാണ്. അതുകൊണ്ട് എല്ലാത്തിനും എന്തോ ഉണ്ട്, എക്സ്പയറി പറയണം എല്ലാവരും. ഇവിടെ ഉണ്ടാകുന്ന എല്ലാത്തിനും എന്തോ ഉണ്ട്. സൗഖ്യത്തിനും വീടിനും കാറിനും സമ്പത്തിനും എല്ലാം എന്നെ ഉണ്ട്. എക്സ്പയറി ഇല്ലാത്തൊരു കാര്യമുണ്ട്, അതാണ് ദൈവരാജ്യം, അതാ നിത്യത. സ്തോത്രം പറയണം. അതുകൊണ്ട് ജഡത്താൽ ജനിച്ചാൽ ഈ ജഡത്തിൽ ഉണ്ടാകുന്ന എല്ലാ സുഖവും നമുക്ക് അനുഭവിക്കാം. നീ നേരെ ചൊവ്വയാണെങ്കിൽ ന്യൂയോർക്കിൻ്റെ ഇപ്പോഴത്തെ പുതിയ മേജർ വരെ നിനക്കാകാം, മര്യാദക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല. കുറച്ചുകൂടെ മിടുക്കനാണെങ്കിൽ അയർലൻഡിലെ പ്രസിഡന്റ് വരെയായി ഒരു ഇന്ത്യക്കാരൻ. ഒന്നും കുഴപ്പമില്ല, ഞങ്ങൾക്ക് അതിനൊന്നും വിരോധമൊന്നുമില്ല. പക്ഷെ അതിനെല്ലാം എക്സ്പയറി ഉണ്ട്. 5 വർഷം കഴിയുമ്പോൾ നീ ഇറങ്ങിപ്പോണം, ഒന്നും അല്ലാതെ. 5 വർഷം കഴിഞ്ഞപ്പോൾ ആ രാജ്യത്തു നിന്ന് അവന് നാട് കടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കി. പക്ഷെ എക്സ്പയറി ഇല്ലാത്ത ഒരു കാര്യം, നിക്കോദീമോസേ, ആമീൻ ആമീൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ, പറയെല്ലാരും, നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണത്തില്ല. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ ഇനി എങ്ങനെ അമ്മയുടെ വയറ്റിൽ പോയി ജനിക്കുന്നേ? യേശു പറഞ്ഞു, മോനെ, ജഡത്താൽ ജനിച്ചതെല്ലാം ജഡമാണ്, എക്സ്പയറി ഡേറ്റ് ഉണ്ട്. എന്നാൽ ആത്മാവിൽ ജനിച്ചതെല്ലാം ആത്മാവാണ്. ഒരല്ലി പറഞ്ഞേ, ഇന്ന് രാത്രി ഞങ്ങൾ പറഞ്ഞു വരുന്നത്, നീ ആത്മാവിൽ ജനിക്കണം, ആത്മാവിൽ ജനിക്കണം. സന്തോഷമുണ്ട്, സ്വത്രം പറഞ്ഞേ. ഇന്ന് രാത്രി കാറ്റ് ഇഷ്ടമുള്ളിടത്തുനിന്ന് വരുന്നു. അതെവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോന്നെന്നോ ആർക്കും അറിയത്തില്ല. ഒറ്റപ്പാലത്തുനിന്ന് കാറ്റിവിടെ വന്നിട്ടുണ്ട്, കോട്ടയത്തുനിന്ന് കാറ്റിവിടെ വന്നിട്ടുണ്ട്, റാന്നിന്ന് കാറ്റിവിടെ വന്നിട്ടുണ്ട്. കാറ്റ് ഇഷ്ടമുള്ളിടത്തുനിന്ന് വരുന്നു. തിരുവനന്തപുരത്തുനിന്ന് കാറ്റ് വന്നിട്ടുണ്ട്. അതെവിടേക്ക് പോകുന്നെന്നറിയത്തില്ല. പക്ഷെ ഇന്ന് രാത്രി നിന്റെ അകത്തേക്ക് ആ കാറ്റടിച്ചാൽ, നിന്റെ വീട്ടിലേക്ക് ആ കാറ്റടിച്ചാൽ, നിന്റെ കുടുംബത്തിന്റെ കെട്ടുന്ന രാത്രി ആ കാറ്റടിക്കുകയാണ്. ആത്മാവി ജനിക്കുന്നതെല്ലാം ആത്മാവാകുന്നു. മനസ്സിലാകുന്നവർ കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചേ. ഇന്നത്തെ മറ്റൊന്നും നേടിയില്ലേലും നീ ആത്മാവിൽ ജനിക്കണം. സ്നേഹിത, നീ ചുമന്നുകൊണ്ട് നടക്കുന്ന ഈ ബോഡി 60, 70, 80 അല്ലെ 90, മാക്സിമം 100. അത് കഴിയുമ്പോൾ അത് വേഗം തീരും. നമ്മളൊക്കെ ചാകാൻ നേരം ചാത്ത് കഴിഞ്ഞ് മാത്രം വായിക്കുന്ന ഒരു സങ്കീർത്തനമുണ്ട്. 91 എല്ലാ ദിവസവും വായിക്കും. പക്ഷെ ചത്ത് കഴിഞ്ഞ് വായിക്കുന്നുണ്ട്, അത് 90-ാം സങ്കീർത്തന. സ്തോത്രം. അതിനകത്ത് ഇമ്മാനുവേലെ 3 മരണമുണ്ട്. 3 മരണം. ഒന്ന് 6-ാം വാക്യം, നീ അവരെ ഒഴുക്കിക്കളയുന്നു, അവരൊരു ഉറക്കം പോലെ അത്രേ. എല്ലാവരും പറഞ്ഞേ, നീ അവരെ ഒഴുക്കിക്കളയുന്നു, അവരൊരു ഉറക്കം പോലെ അത്രേ. 2, അവർ വേഗത്തിൽ അരിഞ്ഞ് പുല്ല് പോലെ വാടിപ്പോകുന്നു. 1-ാമത്തെ മരണം ഒഴുകിപ്പോന്ന മരണം, 2-ാമത്തെ മരണം വാടിപ്പോന്ന മരണം, 3-ാമത്തെ മരണം അത് വേഗം തീരുകയും. ഞങ്ങൾ ഇവിടുന്ന് ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പറന്നു പോകണമെങ്കിൽ വീണ്ടും ജനിക്കണം, അല്ലെ ഒഴുകിപ്പോവും. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇന്നത്തെ ആവർത്തിക്കട്ടെ, ആമീൻ ആമീൻ. ഞാൻ നിന്നോട് പറയുന്നു, പറന്നു പോകണമെങ്കിൽ നീ വീണ്ടും ജനിക്കണം. അല്ല ഒഴുകി പോകാനാണെങ്കിൽ ഇപ്പൊ പോന്ന പോലെ നീ പോയാ മതി. ഹല്ലേലൂയ. ഞങ്ങളുടെ ബഹുമാനായ നിത്യതയിൽ വിശ്രമിക്കുന്ന പരേതനായ ഗാനമച്ചൻ, കേരളം കണ്ട ശക്തനായ പ്രഭാഷകൻ,
ആയിരക്കണക്കിന് വേദികളെ ഇളക്കിമറിച്ച കാനമച്ചൻ പാലക്കാട് ഒറ്റപ്പാലത്ത് ഒരു കൺവെൻഷൻ കഴിഞ്ഞ് കണ്ടത്തിന്റെ വരമ്പത്തൂടെ വരിക. അവിടെ ഇഷ്ടംപോലെ വയലുകളുണ്ട്. അപ്പൊ തലേ രാത്രി പ്രസംഗം കേട്ട 2 ചെറുപ്പക്കാർ ഇങ്ങനെ വെളിയിൽ നിന്ന് പ്രസംഗം കേട്ടവരാ. അവർ ഈ അച്ഛനെ കളിയാക്കാൻ വേണ്ടി, അച്ഛനാന്ന് പറഞ്ഞാൽ പുള്ളി ഒരു ഹാഫ് കൈ ഷർട്ടും ഒരു വെള്ള പാൻറ്റും ഒക്കെ ഇട്ട് ഇങ്ങനെ കൊച്ചു വേദപുസ്തകവും പിടിച്ചുകൊണ്ട് കണ്ടത്തിന്റെ വരമ്പ് ബസ് കയറാൻ വരിക. ഇന്നത്തെ കൂടി കാറും സൗകര്യം എന്നുള്ള കാലമല്ല. വെറുതെ ഈ പിള്ളേർ പുറകെന്ന് പറഞ്ഞ് അച്ഛോ അച്ഛനാന്നല്ലേ ഇന്നലെ പറഞ്ഞ്. അതേ മക്കളെ, ഞാൻ അച്ഛനായിരുന്നു, ഓർത്തഡോക്സിലെ അച്ഛനായിരുന്നു. 17 വർഷം ഞാൻ ശുശ്രൂഷ അച്ഛനായിട്ട് ചെയ്തതാ. ഓക്കെ, അച്ഛൻ ഇന്നലെ പറഞ്ഞല്ലോ ഇങ്ങനെ സ്വർഗത്തിൽ പോകുന്നവരുടെ കാര്യം പറഞ്ഞല്ലോ, നരകത്തിൽ പോകുന്നവരുടെ കാര്യവും പറഞ്ഞില്ലല്ലോ, അതെങ്ങനെ അച്ഛാന്ന് ചോദിച്ചു. ആ വഴി പറഞ്ഞില്ലോ എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, മോൻ അതിന് വഴി പഠിക്കണ്ട, ഇപ്പൊ പോകുന്ന വഴി അങ്ങ് പോയാൽ മതി. അച്ഛൻ എന്ത് സിമ്പിളായിട്ട് ഉത്തരം പറഞ്ഞ്, മോനെ നരകത്തിൽ ഇപ്പൊ ഞാൻ വഴി പറയണ്ട, നീ ഇപ്പൊ പോകുന്ന വഴി അങ്ങ് ഒന്നും മിണ്ടുന്നില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അയ്യോ നരകത്തിൽ ഇപ്പൊ വഴി പഠിക്കണ്ട, അത് വളരെ വീതിയും വളരെ വിശാലമുള്ളതാണ്, അതുവഴി പോകുന്നവര് അനേകരാണ്. 140 കോടി ജനമുള്ള ഭാരതത്തിൽ അതിനിടയ്ക്കൂടെ ഇടുക്കവും ഞെരുക്കവുമുള്ള, ഏറുകൊള്ളുന്ന, നിന്ദിക്കുന്ന, പരിഹസിക്കുന്ന, ആലയം കത്തിക്കുന്ന, കല്ലെറിഞ്ഞു കൊല്ലുന്ന കുറെ പാപങ്ങളുണ്ട്. അവരെ ഇടുക്കമുള്ള വഴിയെ കൂടെ പോകുന്നത് ആ നിത്യരാജ്യത്തിലേക്ക്. സന്തോഷമുള്ളവരുണ്ടെങ്കിൽ ആൾക്കൂട്ടത്തിന്റെ പെരുപ്പത്തിലല്ല, അവരൊക്കെ വിശാലമായ വഴിയെ പോയി നരകത്തിൽ തള്ളപ്പെടുമ്പോൾ ഇന്നിനകത്തെ ഇടുങ്ങിയ വഴിയിലൂടെ സ്വർഗരാജ്യം അവകാശമാക്കാൻ കൊതിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈരത്ത് ദൈവത്തെ സ്തുതിക്കട്ടെ. അപ്പൊ രണ്ടാമത് യേശു പറഞ്ഞു, ആമീൻ ആമീൻ നിക്കോദീമോസേ, ഞാൻ നിന്നോട് പറയുന്നു, നീ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ കണ്ട സ്വർഗത്തിൽ കടക്കത്തില്ല. അപ്പൊ കണ്ടവരെല്ലാവരും എവിടെ പോണം? സ്വർഗത്തിൽ കടക്കണം. എത്ര പേര് കൊതിക്കുന്നുണ്ട്? സ്വർഗത്തിൽ കടക്കണമെന്ന് കൊതിക്കുന്ന എത്ര പേരുണ്ട്? വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ജനിച്ചവരൊക്കെ ഒരു നല്ല സ്തോത്രം പറഞ്ഞ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനും ഭാഗ്യവതി നിങ്ങളാകട്ടോ. അല്ലാതെ ഇവിടുത്തെ ഓണം ബെമ്പർ അടിച്ചോളൊന്നുമല്ല ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യനാ. ഹല്ലേലൂയ. ഇന്നേക്കൊരു 42 വർഷങ്ങൾക്ക് പുറകിൽ അന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ ചെന്നേനെ ആ നിത്യനരകത്തിൽ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഈ കാണുന്ന അറിയപ്പെടുന്ന PC ചെറിയാനൊന്നും അല്ല. അന്ന് 24 വയസ്സേ ഉള്ളെങ്കിലും എല്ലാം തകർന്ന് തരിപ്പണമായി. എന്റെ ഇന്ത്യൻ പാസ്പോർട്ട് ഗവൺമെന്റ് തിരിച്ചു മേടിച്ച് ഇന്ത്യ വിട്ട് കേരളം വിട്ട് പുറത്തു പോകാൻ മര്യാദ 4 കുപ്പി മാരക വിഷം ഒന്നിച്ച് ഒരു ഗ്ലാസ്സിലൊഴിച്ച് കുടിച്ച് രക്തം ഛർദ്ദിച്ച് വഴി കിടന്ന് മെഡിക്കൽ കോളേജ് 3 മാസം മരിക്കാനായി തെള്ളിയിട്ട് റെയിൽവേ പാളത്തെ പോയി തലവെച്ച് ഈ പമ്പയാറ്റിലെ പെരുന്തേനരുവിലെ വലിയ കയത്തിൽ പോയി ചാകാൻ ചാടി. പക്ഷേ ദൈവത്തിന് എന്നെ കുറിച്ചൊരു പ്ലാൻ ഉണ്ടായിരുന്നത് കൊണ്ട് അതിനൊന്നും ദൈവം അനുവദിക്കാതെ ആ കരങ്ങൾ അവിടുന്നൊക്കെ എന്നെ താങ്ങിയെടുത്ത് നല്ല യൗവനത്തിൽ 24-ാമത്തെ വയസ്സിൽ യേശു തന്നെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റുപറഞ്ഞത് കൊണ്ട് ദൈവം എന്റെ സ്ഥിതി മുഴുവൻ മാറ്റിയെങ്കിൽ ഇന്ന് രാത്രി ഏത് തകർന്നവനെയും പണിയുന്ന ഒരു ദൈവം ഇവിടെയുണ്ട്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിന്റെ ശൂന്യതകളെ മാറ്റി നിന്നെ മാനിച്ചുയർത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നിക്കോദീമോസിനോട് പറഞ്ഞു, നീ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കും. ലോകം കണ്ട വേദപുസ്തകം തുറക്കുന്ന താക്കോൽ വാക്യം നിക്കോദീമോസും ദൈവവുമായി ഇടപെട്ട വാക്യമാണ്. എന്താണത്? തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നമുക്ക് നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രിയമുള്ളവരെ, ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണ്, പക്ഷെ രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയാ. ഇന്ന് രാത്രി എത്ര പേര് ഈ നല്ല കർത്താവിനെ ജീവിതത്തിന്റെ രക്ഷകനായി, ജീവിതത്തിന്റെ കർത്താവായി സ്വീകരിപ്പാൻ തയ്യാറുണ്ട്? അവരെ കരങ്ങൾ ഉയർത്തി, കരങ്ങൾ വീശി ഇതിനകത്ത് ദൈവത്തിന്റെ മഹത്വം കൊടുത്തേ നിന്റെ മുഴുവൻ സ്ഥിതി ഈ രാത്രി മാറുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിനക്ക് തന്ന ആയുസ്, ദൈവം നിനക്ക് തന്ന ആരോഗ്യം, ദൈവം നിനക്ക് തന്നതായ സൗന്ദര്യം,
എല്ലാം ദൈവത്തിനായിട്ട് ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടുവാൻ തയ്യാറുള്ള എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പനിമിഷങ്ങൾക്കുള്ളിൽ, അല്പ ദിവസങ്ങൾക്കുള്ളിൽ, അല്പമാസങ്ങൾക്കുള്ളിൽ, ചിലപ്പോൾ ചില വർഷങ്ങൾക്കുള്ളിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശു മടങ്ങി വരും. യേശു ഒരിക്കൽ വന്നത് പാപികളെ രക്ഷിപ്പാനാണെങ്കിൽ ഇനി വരുന്നത് പാപം കൂടാതെ തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്കായി യേശു മധ്യാകാശത്തിലേക്ക് ഇറങ്ങി വരാൻ പോകുകയാണ്. അവൻ കർത്താവിന്റെ ഗംഭീര നാദം മുഴങ്ങും, ദൈവത്തിന്റെ കാഹളം ധ്വനിക്കും, പ്രധാന ദൂതൻ കാഹളം ഊതും. ഈ മണ്ണിൽ മരിച്ചുപോയ, ഇന്നലകളിൽ മരിച്ചു മൺമറഞ്ഞ വിശുദ്ധന്മാരുടെ കല്ലറകൾ ഞൊടി നേരം കൊണ്ട് തുറക്കപ്പെടും. ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തര ശരീരം പ്രാപിക്കും. ഇരുവരും ഒരുമിച്ച് കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടാൻ പോകുകയാണ്. ഈ ലോക ചരിത്രം മുഴുവൻ മാറി മറിയാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇവിടെ മുഴുവൻ പ്രൊട്ടക്ഷനുള്ള ഡൽഹി ഉൾപ്പെടെ ഇവിടെ ബോംബ് സ്ഫോടനങ്ങളും ഒക്കെ നടക്കുമ്പോൾ, ഇവിടെ ആർക്കും ആരെയും വിശ്വസിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരുവനെ വിശ്വാസമുണ്ട്. ഈ ദിവസങ്ങളിലൊന്നിൽ കൊടിയ മുഴക്കത്തോടെ ആകാശം ചായിച്ചവൻ ഇറങ്ങി വരാൻ പോകുകയാ. വിശ്വസിക്കുന്നവരിവിടെ ഉണ്ടെങ്കിൽ അവരെ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. അവൻ വരുമ്പോൾ, അവൻ വരുമ്പോൾ, അവൻ വരുമ്പോൾ, അവൻ വരുമ്പോൾ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിക്കളയും. അത് രണ്ടാമത്തെ മരണമാണ്. ഇന്ന് രാത്രി സ്നേഹിത, നമ്മുടെ അവസാനം എപ്പോഴാണ് നമുക്കറിയത്തില്ല. പ്രസംഗിക്കുന്ന ഞാനാണോ, കേൾവിക്കാരായ നിങ്ങളാണോ അടുത്ത നിമിഷം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത്? ഒരു നിശ്ചയമില്ലാത്ത ലോകത്തെ നമ്മൾ ജീവിക്കുമ്പോൾ നീ മരിക്കുന്നതിന് മുമ്പേ നിർബന്ധിച്ച് നിന്റെ അനുവാദം കൂടാതെ നിന്റെ കൈ കൂട്ടിക്കെട്ടുന്നതിന് മുമ്പേ, നിന്റെ അനുവാദം കൂടാതെ നിന്റെ താടിയും തലയും കൂട്ടിക്കെട്ടുന്നതിന് മുമ്പേ, നിന്റെ അനുവാദം കൂടാതെ നിന്റെ മൂക്കി പഞ്ഞി വെക്കുന്നതിന് മുമ്പേ ഒരിക്കലൂടെ കേൾക്കാൻ ലഭിച്ച അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് യേശുവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. അത് നിന്നെ ടോട്ടലി മാറ്റിയെടുക്കുന്നതാ. നീ രക്ഷിക്കപ്പെട്ട് ഇന്ന് രാത്രി മരിച്ചോ, പേടിക്കണ്ട, നിന്റെ ആത്മാവ് കർത്താവിൻ്റെ കൂടെയാണ്. അതുകൊണ്ടാണ് പൗലോസ് എന്ന ഭക്തൻ പറഞ്ഞത്, വിട്ടു പിരിഞ്ഞാൽ ഞാൻ ക്രിസ്തുവിൻ്റെ കൂടെയാ. എത്ര പേർക്ക് ഉറപ്പുണ്ട് ഇന്ന് രാത്രി വിട്ടുപിരിഞ്ഞാൽ ഞാൻ ക്രിസ്തുവിന്റെ കൂടെയാന്ന്? ഉറപ്പില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്നേഹിത, നിങ്ങളെ പോലെ ഒരു അമ്മ പെറ്റ മകൻ എന്നുള്ള നിലയിൽ പാസ്സായിട്ടോ ഒന്നും നിങ്ങൾ കണക്കാക്കണ്ട. ഒരു ദൈവത്തിന്റെ പൈതൽ നിലയിൽ ഉറപ്പിക്കട്ടെ, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഇല്ലെങ്കിൽ അയ്യോ, കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള നിത്യമായ നരകത്തിലേക്ക് നീ തള്ളപ്പെടും. ആർക്കും രക്ഷിക്കാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ഒറ്റ വാക്ക്, പത്രോസ് പറഞ്ഞ പോലെ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ നിമിഷം നിന്റെ ലെവല് മാറുകയാണ്. കാരാഗ്രഹത്തിൽ കിടന്നവന് പറവോന്റെ കൊട്ടാരത്തിലേക്കുള്ള പടവുകൾ ചവിട്ടി ചവിട്ടി കയറിയതുപോലെ നിന്റെ ജീവിതത്തിന്റെ ലെവലുകൾ ഒരു സ്റ്റെപ്പ് ചവിട്ടി കയറുന്നത് പോലെ ഈ രാത്രി മാറ്റാൻ ദൈവത്തെ കൊണ്ട് കഴിയുമെന്ന് ഈ രാത്രി ആത്മാവ് ദൂത് പറയുക. ഏറ്റെടുക്കുന്നവരൊക്കെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ. അസാധാരണമായ ചില വിടുതലുകൾ, ചില സൗഖ്യങ്ങളൊക്കെ ഈ രാത്രി ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. ആ കരം ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊക്കെ ഇവിടെ മിണ്ടാതിരുന്നാലും ആ കരം ചലിച്ചുകൊണ്ടിരിക്കുക. ആ രക്തം സംസാരിച്ചുകൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രി നിന്റെ സ്ഥിതികളെ മുഴുവൻ, ചില പുരാതനമായ ശൂന്യതകളെ ദൈവം മാറ്റിക്കൊണ്ടിരിക്കുകയാ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടയട്ടെ. ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ സഹോദരൻ സാക്ഷി പറഞ്ഞു. എന്താ സാക്ഷി പറഞ്ഞത്? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഇന്ന് രാത്രി സ്നേഹിത, സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, യൗവനക്കാര, കുഞ്ഞ്, ചിറ്റാർ ദേശമേ, നീ കേൾക്കുന്ന അനുഗ്രഹിതമായ ഒരു സന്ദേശം. ഹല്ലേലൂയ. യേശുവിനെ ഹൃദയം കൊണ്ട് രക്ഷകനും കർത്താവുമായി നീ സ്വീകരിച്ച് നിന്റെ വായ കൊണ്ടൊന്ന് ഏറ്റു പറഞ്ഞാൽ ഇന്ന് രാത്രിയിൽ നിന്റെ പേരും ജീവപുസ്തകത്തിൽ എഴുതും. അതിന് നിലവിളക്ക് കത്തിക്കണ്ട, പിടിപ്പടം വാരണ്ട, പൊന്നുനൂല് വലിക്കണ്ട, ഇന്ന് രാത്രി കുരുതി കഴിക്കണ്ട, ഹോമം നടത്തണ്ട, കോഴിയെ വെട്ടണ്ട, ആടിനെ വെട്ടണ്ട, ഉരുളി കമത്തണ്ട, കുളത്തിൽ കുളിക്കണ്ട, മന ചവിട്ടണ്ട. ഒറ്റ ഇരിപ്പിൽ യേശുവേ, നീ എൻ്റെ രക്ഷകന്. എൻ്റെ പാപം മുഴുവൻ വഹിച്ചുകൊണ്ടാണല്ലോ അങ്ങ് കാൽവറിയിൽ പിടഞ്ഞു മരിച്ചത്. ആ പാപപരിഹാര രക്തത്താൽ എൻ്റെ പാപത്തെ ഒന്ന് കഴുകണമെന്ന് ഒറ്റ വാക്കിൽ നീ ഇന്ന് രാത്രി പറഞ്ഞാൽ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുകയാണ്. എല്ലാ കണ്ണുകളും അടയട്ടെ. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ജീസസ്. ലൈവിലുള്ളവർക്കും ഈ രാത്രി മാനസാന്തരപ്പെടാം. ഈ ശബ്ദത്തിന്റെ പരിധിയിലുള്ളവർക്കൊക്കെ ഈ രാത്രി മാനസാന്തരപ്പെടാം. ഒരുപക്ഷെ സ്നേഹിത, നീ കേൾക്കുന്ന സമാപന സന്ദേശമായിരിക്കാം.
നിന്റെ ജീവിതത്തെ ടോട്ടലി ഇന്ന് രാത്രി ആ ശബ്ദം ചേഞ്ച് ആക്കുകയാണ്. യേശു നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുകയാണ്. നീ ഒരു അത്ഭുതം പോകുകയാണ്. ഒന്ന് വിശ്വസിച്ചേ, നീ ഒരു അത്ഭുതമായി മാറാൻ പോകുകയാണ്. ഞാൻ എനിക്ക് തന്നെ ഇപ്പോൾ ഒരു അത്ഭുതമാകട്ടോ, ഞാൻ അനേകർക്കും ഒരു അത്ഭുതമാകട്ടോ. അങ്ങനെയാണ് ഇന്ന് രാത്രി നീ ഒരു അത്ഭുതമായി മാറാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ഏൽപ്പിച്ചോ. ഇമ്മാനുവേൽ നമുക്ക് ചേർന്നൊരു നിമിഷം ദൈവത്തെ ആരാധിക്കണം കേട്ടോ. നിങ്ങളതിന് റെഡി ആയിക്കോ. ഹല്ലേലൂയ. നാളെ ഇതുപോലൊരു മൈതാനത്ത് നമ്മളിവിടെ ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ലല്ലോ. പക്ഷെ ഇന്ന് രാത്രി നമ്മളിവിടെ ഉണ്ട്. ഒന്ന് ഏൽപ്പിച്ചേ. ആ ഹൃദയം പാപമംഗലമായ ഹൃദയം, അനവധി പ്രശ്നങ്ങൾ കൊണ്ട് കലുഷിതമായിരിക്കുന്ന ആ ഹൃദയം ഇന്ന് രാത്രി ഒന്ന് ശാന്തമായിട്ട് ആ ഹൃദയത്തിലേക്ക് യേശു ഇറങ്ങി വരട്ടെ. യേശുവിന് ആ ഹൃദയത്തിൽ സ്ഥാനമുണ്ടാകട്ടെ. നിന്റെ ഹൃദയം കർത്താവിനായി കൊടുക്കുക. നിന്റെ ഹൃദയം കർത്താവിനായി കൊടുക്കുക. ഓ ഹല്ലേലൂയ. കൊടുത്താൽ അടുത്ത നിമിഷം നിന്റെ പേര് ദൈവത്തിന്റെ പൈതലെന്നാണ്, ദൈവത്തിന്റെ മകളെന്നാണ്, മകനെന്നാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകാൻ അവൻ അധികാരം കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ദൈവമക്കൾ ജനിക്കട്ടെ, ദൈവമക്കൾ ജനിക്കട്ടെ. ഓ ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി യേശുവേ, നിക്കോദീമോസിനെ പോലെ ആ ദൂതിന്റെ മുമ്പിൽ ക്രൂശ് ചുമന്നാൽ, തിരശ്ശീല മേടിച്ചാൽ, സുഗന്ധവർഗം കൊണ്ടിട്ടാൽ, സാമ്പാണി കത്തിച്ചാൽ നിക്കോദീമോസെ സ്വർഗത്തിൽ പോകത്തില്ല. നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ പുതുതായി ജനിക്കണം. ഹല്ലേലൂയ. ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഇന്ന് രാത്രി. അതെ, ഈ ദൂതിന്റെ മുമ്പിൽ എന്നെ സമർപ്പിക്കുന്നു, എന്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു. എനിക്കിനി മുൻപോട്ടൊരു ജീവിതം കർത്താവ് തരുന്നെങ്കിൽ അത് മുഴുവൻ എൻ്റെ യേശുവിന് വേണ്ടിയാണ്, എൻ്റെ യേശുവിന് വേണ്ടി മാത്രമാണ്. ഒന്ന് സമർപ്പിച്ച് തീരുമാനമുള്ള കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തിപ്പിടിച്ച് യേശുവിനായി ജീവിക്കാൻ, യേശുവിനായി ജീവിക്കാൻ, യേശുവിനായി ജീവിക്കാൻ. ആ കരങ്ങൾ ദൈവം കണ്ടോട്ടെ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അയർലൻഡിൽ പ്രസംഗിക്കുമ്പോൾ 100-ലധികം യൗവനക്കാരായ കുഞ്ഞുങ്ങൾ ഓ ഓടി വന്ന കർത്താവിനെ, എന്തോ കരച്ചിൽ, ആ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ. 100-ലധികം കുഞ്ഞുങ്ങൾ കർത്താവിനായി ജീവിതം സമർപ്പിക്കപ്പെടുകയാണ്. ഇന്ന് രാത്രി യേശുവിനായ ഒരു ജീവിതം. ഓ, നമുക്കൊരു നിമിഷം ദൈവസന്നിധാനം എഴുന്നേക്കാം. ഹല്ലേലൂയ. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ച അനന്തരം നമ്മൾ ഒന്നിച്ച് പാടി ദൈവത്തെ ആരാധിക്കും. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. 2 കരങ്ങളും എല്ലാവരുടെയും ഒന്ന് ഉയർത്തിപ്പിടിക്കുക. ഈ ഭവനത്തെ നമുക്ക് അനുഗ്രഹിക്കണം. ഈ ഭവനം കർത്താവിനായി തുറക്കപ്പെട്ടല്ലോ. കവർന്നഹോമിലെ ഭവനത്തിൽ യേശു ഉണ്ട് എന്ന ശ്രുതി പരന്നതുകൊണ്ട് 4 ആൾ ചുമന്നുകൊണ്ടുവന്നവൻ സൗഖ്യമായെങ്കിൽ ഇന്ന് രാത്രിയിൽ അതിവിടെയും സംഭവിക്കട്ടെ, ഇവിടെയും സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഈ ഭവനം പോലെ ചിറ്റാറിലെ ഭവനങ്ങളെല്ലാം ഒരിക്കൽ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും കൊലപാതകത്തിനും ഒക്കെ അടിമകളായിരുന്ന ഈ പട്ടണത്തെ ഇന്ന് രാത്രി യേശു രൂപാന്തരപ്പെടുത്തുന്ന രാത്രിയാണ്. ആ കരങ്ങൾ രണ്ടും ഉയർന്നിരിക്കട്ടെ. ഓ ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്റെ അഭിഷക്ത ഗണത്തെ, നിന്റെ ദാസിദാസന്മാരെ, ഈ ഭവനത്തെ, ലൈവിൽ കാണുന്ന പ്രിയപ്പെട്ടവരെ, ഈ സമീപവാസികളെ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ സ്വർലോകരുടെ, ഭൂലോകരുടെ, അധോലോകരുടെ സകല മുഴങ്കാലും ഒരുപോലെ മടങ്ങുന്ന നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ അനുഗ്രഹിക്കുകയാണ്. ഈ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവിടുള്ള സഭകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവിടുള്ള ദൈവദാസന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവിടുള്ള കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ ഭവനം, തന്റെ തലമുറകൾ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ